പുലർത്തും എൻ്റെ പ്രാണനായകനേശു. എന്നെ നന്നായി അറിയും, എന്നെ നന്നായി പുലർത്തും എൻ്റെ പ്രാണനായകനേശു. അമ്മയോമനിക്കുമ്പോൾ അപ്പൻ താലോലിക്കുമ്പോൾ എന്നെ നാഥൻ വഴി നടത്തും. അമ്മയോമനിക്കുമ്പോൾ അപ്പൻ താലോലിക്കുമ്പോൾ എന്നെ നാഥൻ വഴി നടത്തും. കാൽക്കല്ലിൽ തട്ടാതെ ഞാൻ വീണു പോവാതെ തൻ ദൂതരുണ്ടു കാവലായി. കാൽക്കല്ലിൽ തട്ടാതെ ഞാൻ വീണു പോവാതെ തൻ ദൂതരുണ്ടു കാവലായി. ഉള്ളങ്കരത്തിൽ എന്നെ വരച്ചിരിക്കുന്നതാൽ എനിക്കതും ഭയമേയില്ല. ഉള്ളങ്കരത്തിൽ എന്നെ വരച്ചിരിക്കുന്നതാൽ എനിക്കതും ഭയമേയില്ല. എന്നെ നന്നായി അറിയും, എന്നെ നന്നായി പുലർത്തും എൻ്റെ പ്രാണനായകനേശു. എന്നെ നന്നായി അറിയും, എന്നെ നന്നായി പുലർത്തും എൻ്റെ പ്രാണനായകനേശു. അമ്മയോമനിക്കുമ്പോൾ അപ്പൻ താലോലിക്കുമ്പോൾ എന്നെ നാഥൻ വഴി നടത്തും. അമ്മയോമനിക്കുമ്പോൾ അപ്പൻ താലോലിക്കുമ്പോൾ എന്നെ നാഥൻ വഴി നടത്തും. എൻ മുഖം വാടില്ല, ലജ്ജിതനായി തീരില്ല നിന്ദിച്ചവരുടെ മധ്യത്തിൽ. എൻ മുഖം വാടില്ല, ലജ്ജിതനായി തീരില്ല നിന്ദിച്ചവരുടെ മധ്യത്തിൽ. വരുംകാലമൊക്കെയും എൻ തലയുയർത്തി നടത്തിടുമന്ത്യം വരെ. വരുംകാലമൊക്കെയും എൻ തലയുയർത്തി നടത്തിടുമന്ത്യം വരെ. എന്നെ നന്നായി അറിയും, എന്നെ നന്നായി പുലർത്തും എൻ്റെ പ്രാണനായകനേശു. എന്നെ നന്നായി അറിയും, എന്നെ നന്നായി പുലർത്തും എൻ്റെ പ്രാണനായകനേശു. അമ്മയോമനിക്കുമ്പോൾ അപ്പൻ താലോലിക്കുമ്പോൾ എന്നെ നാഥൻ വഴി നടത്തും. അമ്മയോമനിക്കുമ്പോൾ അപ്പൻ താലോലിക്കുമ്പോൾ എന്നെ നാഥൻ വഴി നടത്തും. എന്നാഥൻ വരവിൽ ലക്ഷണങ്ങൾ കാണുന്നേ അന്ത്യകാല സംഭവങ്ങളാ. എന്നാഥൻ വരവിൽ ലക്ഷണങ്ങൾ കാണുന്നേ അന്ത്യകാല സംഭവങ്ങളാ. എണ്ണ നിറച്ചിടാം, കാത്തു കാത്തിരുന്നിടാം എൻ പ്രിയൻ വരവിനായി. എണ്ണ നിറച്ചിടാം, കാത്തു കാത്തിരുന്നിടാം എൻ പ്രിയൻ വരവിനായി. എന്നെ നന്നായി അറിയും, എന്നെ നന്നായി പുലർത്തും എൻ്റെ പ്രാണനായകനേശു. എന്നെ നന്നായി അറിയും, എന്നെ നന്നായി പുലർത്തും എൻ്റെ പ്രാണനായകനേശു. അമ്മയോമനിക്കുമ്പോൾ അപ്പൻ താലോലിക്കുമ്പോൾ എന്നെ നാഥൻ വഴി നടത്തും. അമ്മയോമനിക്കുമ്പോൾ അപ്പൻ താലോലിക്കുമ്പോൾ എന്നെ നാഥൻ വഴി നടത്തും. സ്തോത്രം. ജെസ്സി തുടങ്ങിക്കോ. നമ്മുടെ സിനിയല്ലേ ഹോസ്റ്റ്? അച്ഛൻ വന്നോ?
ജോസി 36 നമ്മളിപ്പം ടോട്ടല് 42 പേരായി. ജോസി ഉണ്ടല്ലോ. അച്ഛൻ ജോസി വരും, അച്ഛനെ അച്ഛൻ വിളിച്ചോ. വരും. അച്ഛന് ഞാൻ മെസ്സേജ് ഇട്ടിട്ടുണ്ട്. അച്ഛൻ എനിക്ക് തംസപ്പ് ചെയ്തിട്ടുണ്ട്, വരാമെന്ന് പറഞ്ഞു. 9 ആയോ? 9:04 അച്ഛൻ വരുമെന്നാണ് എന്നോട് പറഞ്ഞത്. ഞാൻ ഒരു 8:50 ആയപ്പോ അച്ഛന് മെസ്സേജ് ഇട്ടായിരുന്നു. അച്ഛൻ വരുമ്പത്തേന് സ്റ്റാർട്ട് ചെയ്യാമല്ലോ. അന്നാരെങ്കിലും ഒരു പാട്ട് പാട്. അല്ലെ ബൈബിൾ റീഡ് ചെയ്താലോ? ഒരു പാട്ട് ഇപ്പൊ കഴിഞ്ഞുള്ളൂ അല്ലേ? ബൈബിൾ റീഡ് ചെയ്തോ അച്ഛൻ വരുമ്പോ അല്ലേ? ഇന്നത്തേതേ ഒരാളൂടെ പാട്ട് പാടാം. അന്നേരത്തേനും അച്ഛൻ വന്നിട്ട് ബൈബിൾ വായിച്ചാൽ മതി. പാടി. ഉണരുക തിരുസഭയേ, ഉണരുവിൻ ദൈവജനമേ. ഉണരുക തിരുസഭയേ, ഉണരുവിൻ ദൈവജനമേ. മഹോന്നതനീശു മധ്യവാനിൽ വരുമി, മണവാട്ടിയാം തിരുസഭയെ ചേർപ്പാൻ ഒരുങ്ങിടുവീൻ എതിരേൽക്കുവാൻ. ഉണർന്നിരിപ്പിൻ നാഥൻ വരുമേ. ഒരുങ്ങിടുവീൻ എതിരേൽക്കുവാൻ. ഉണർന്നിരിപ്പിൻ നാഥൻ വരുമേ. ഉണരുക തിരുസഭയേ, ഉണരുവിൻ ദൈവജനമേ. അശുദ്ധതയഖിലവും വെടിഞ്ഞിടുവീൻ, വിശുദ്ധി സമ്പൂർണരായി വളർന്നിടുവീൻ. അശുദ്ധതയഖിലവും വെടിഞ്ഞിടുവീൻ, വിശുദ്ധി സമ്പൂർണരായി വളർന്നിടുവീൻ. വിശുദ്ധ ദൂത സൈന്യത്തോടെ താൻ വിശുദ്ധരെ ചേർപ്പാൻ ഭൂവിൽ വീണ്ടും വരുമേ. ഒരുങ്ങിടുവീൻ എതിരേൽക്കുവാൻ. ഉണർന്നിരിപ്പീൻ നാഥൻ വരുമേ. ഒരുങ്ങിടുവീൻ എതിരേൽക്കുവാൻ. ഉണർന്നിരിപ്പീൻ നാഥൻ വരുമേ. അന്ത്യകാല സംഭവങ്ങൾ നിറവേറുന്നേ, അന്ത്യവിധി നാൾ വരുന്നു മറന്നിടല്ലേ. അന്ത്യകാല സംഭവങ്ങൾ നിറവേറുന്നേ, അന്ത്യവിധി നാൾ വരുന്നു മറന്നിടല്ലേ. കാന്തൻ സ്വർഗീയ മണിയറയിൽ കാന്തയുമായി വാഴും കാലം ആസന്നമായി. കാന്തൻ സ്വർഗീയ മണിയറയിൽ കാന്തയുമായി വാഴും കാലം ആസന്നമായി. ഒരുങ്ങിടുവീൻ എതിരേൽക്കുവാൻ. ഉണർന്നിരിപ്പീൻ നാഥൻ വരുമേ. ഒരുങ്ങിടുവീൻ എതിരേൽക്കുവാൻ. ഉണർന്നിരിപ്പിൻ നാഥൻ വരുമേ. ഉണരുക തിരുസഭയേ,
ഉണരുവിൻ ദൈവജനമേ, ഉണരുക തിരുസഭയേ, ഉണരുവിൻ ദൈവജനമേ. കൃപയുടെ വാതിൽ വേഗം അടഞ്ഞിടുമേ, കൃപയുടെ നാഥൻ വിളി ശ്രവിച്ചിടുവീൻ. കൃപയുടെ വാതിൽ വേഗം അടഞ്ഞിടുമേ, കൃപയുടെ നാഥൻ വിളി ശ്രവിച്ചിടുവീൻ. പാപ ജീവിത യാത്ര വെടിയാ, വിശ്വാസത്തിൻ പാത തന്നിൽ യാത്ര തുടരാം. പാപ ജീവിത യാത്ര വെടിയാ, വിശ്വാസത്തിൻ പാത തന്നിൽ യാത്ര തുടരാം. ഒരുങ്ങിടുവീൻ എതിരേൽക്കുവാൻ, ഉണർന്നിരിപ്പീൻ നാഥൻ വരുമേ. ഒരുങ്ങിടുവീൻ എതിരേൽക്കുവാൻ, ഉണർന്നിരിപ്പിൻ നാഥൻ വരുമേ. ഉണരുക തിരുസഭയേ, ഉണരുവിൻ ദൈവജനമേ, ഉണരുക തിരുസഭയേ, ഉണരുവിൻ ദൈവജനമേ. മഹോന്നതനേശു മധ്യവാനിൽ വരുമേ, മണവാട്ടിയാം തിരുസഭയെ ചേർപ്പാൻ. ഒരുങ്ങിടുവീൻ എതിരേൽക്കുവാൻ, ഉണർന്നിരിപ്പീൻ നാഥൻ വരുമേ. ഒരുങ്ങിടുവീൻ എതിരേൽക്കുവാൻ, ഉണർന്നിരിപ്പിൻ നാഥൻ വരുമേ. സ്തോത്രം. അച്ഛൻ 9:15 വരുവുള്ളൂ. ആരെങ്കിലും ഒരാൾ പ്രാർത്ഥിക്കണേ. പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. നമുക്ക് അല്പസമയം ദൈവകരങ്ങളിൽ നമ്മളെ തന്നെ സമർപ്പിക്കാം. ഹല്ലേലൂയ. ഇന്നത്തെ വചന കേൾവിക്കായി നമുക്ക് ദൈവസേനയിൽ നമ്മളെ തന്നെ സമ്പൂർണ്ണമായി താഴ്ത്തി ഏൽപ്പിക്കാം. നമ്മുടെ ദേഹം ആത്മാവിനെ ദൈവകരങ്ങളോട്ടൊന്ന് സമർപ്പിക്കാം. ഹല്ലേലൂയ. പ്രഭാതം മുതൽ ഈ വിശുദ്ധ ദിവസത്തിൻ്റെ പ്രഭാതം മുതൽ ഈ സമയം വരെ ഞങ്ങളെ കാത്തു പരിപാലിച്ച ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. ഹല്ലേലൂയ. ആണ്ടിൻ്റെ ആരംഭം തൊട്ട് ഈ നിമിഷം വരെയും കർത്താവെ, ഞങ്ങളുടെ കണ്ണിനെ കണ്ണുനീരിൽ നിന്നും കാലിനെ വീഴ്ചയിൽ നിന്നും പ്രാണനെ മരണത്തിൽ നിന്നും വിടുവിച്ച ദൈവത്തിന് നമ്മളെ സ്തുതിക്കാം. ഹല്ലേലൂയ. എല്ലാവരും അധരങ്ങൾ തുറന്ന് ദൈവത്തെ സ്തുതിച്ചായിട്ട് നമുക്ക് അല്പസമയം നമ്മളെ തന്നെ ഒന്ന് പ്രവചന കേൾവിക്കായി ഒരുക്കാം. ഹല്ലേലൂയ. ആ നല്ല നിലത്ത് വീണ വിത്ത് പോലെ നമ്മളെ ഒന്ന് ദൈവസേനയിൽ പകരാം. കർത്താവെ, ഞങ്ങളുടെ ഹൃദയങ്ങളെയൊക്കെ ഒന്ന് തുറക്കണമേ, നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. വാഗ്ദത്തങ്ങൾ വിശ്വസ്തനെ വാക്ക് പറഞ്ഞാൽ മാറാത്ത നല്ല കർത്താവേ, ഈ വിശുദ്ധ ദിവസത്തിൻ്റെ കർത്താവേ, ഈ വൈകവേളയിൽ അപ്പച്ചൻ്റെ പാദപിടുത്തിലേക്ക് അടിയങ്ങൾക്ക് ഒരുമിച്ച് കടന്നു വരുവാൻ തന്ന കൃപയ്ക്കായി നന്ദി പറയുന്നു, സ്തുതിക്കുന്നു. സംഭവമായൊരു പൽക്കാലം ഞങ്ങൾ നിന്ന് കടന്നുപോയി കർത്താവേ. ആപത്തനർത്ഥങ്ങൾ, രോഗങ്ങൾ, ദുഃഖങ്ങൾ നിന്നൊക്കെയും വിടുവിച്ച് കർത്താവെ, വീണ്ടും ഈ സന്ധ്യാസമയത്ത് കർത്താവെ, അപ്പൻ്റെ പാദപീഠത്തിൽ ഒരു ഗ്രൂപ്പായി കടന്നു വരുവാൻ ഈ പ്ലാറ്റ്ഫോമിൽ കർത്താവെ, പല ദേശത്തിരുന്നു കൊണ്ട്, പല ഭവനങ്ങളിൽ ഇരുന്നു കൊണ്ട് കർത്താവിൻ്റെ പാദപീഠത്തിൽ അടുത്ത് വരുവാൻ ഞങ്ങൾക്ക് തന്ന ആയുസ്സിനും ആരോഗ്യത്തിനുമായി നന്ദി പറഞ്ഞ് സ്തുതിക്കുന്നു. ഒരു യോഗ്യതയില്ലാതിരുന്ന ഞങ്ങളെ യോഗ്യതയുള്ളവരാക്കി തീർത്ത ദൈവത്തിന് 1000 നന്ദി പറഞ്ഞുകൊണ്ട് അപ്പച്ചൻ്റെ പാദപീഠത്തിലേക്ക് അടുത്ത് വരിക കർത്താവെ. ഞങ്ങളെ അങ്ങേ ആത്മാവിലൊന്ന് ആരാധിപ്പാന്, ആത്മാവിലൊന്ന് സ്തുതിപ്പാന് അവിടുന്ന് ഞങ്ങളെ യോഗ്യതയുള്ളവരാക്കി തീർക്കുന്നത് ഓർത്ത് നന്ദി പറയുന്ന കർത്താവേ. ഹല്ലേലൂയ. കർത്താവേ, നമ്മുടെ ചെറുതും വലുതുമായ എല്ലാ ആവശ്യങ്ങളിൽ മേലെ എൻ്റെ സ്വർഗത്തിലെ ദൈവം ചാഞ്ഞിറങ്ങി വന്ന് ശ്രദ്ധ വെച്ച് കേട്ട് അടിങ്ങൾക്ക് ചൊരിഞ്ഞ കുറവയ്ക്കായി നന്ദി പറയുന്നു. ഹല്ലേലൂയ. എന്മനമേ യഹോവയെ വാഴ്ത്തുക, അവൻ്റെ സർവാന്തരവുമേ അവൻ്റെ വിശ്രാമത്തെ വാഴ്ത്തുക. എന്മനമേ യഹോവയെ വാഴ്ത്തുക, അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കലെന്ന് കൽപ്പിച്ച ദൈവം നമുക്ക് ചെയ്ത ചെറുതും വലുതുമായ എല്ലാ ഉപകാരങ്ങൾക്കും നന്ദി പറയുന്ന കർത്താവേ. ഹല്ലേലൂയ. കർത്താവേ, നാൾ തോറും ഞങ്ങളുടെ ഭാരങ്ങളെ ചുമക്കുന്ന കർത്താവേ, ഓരോ നിമിഷവും അടിങ്ങളെ നടത്തുന്ന വിധങ്ങൾക്കായി, അടിങ്ങളെ പരിപാലിക്കുന്ന വിധങ്ങൾക്കായി, അടിങ്ങളെ സൂക്ഷിക്കുന്ന വിധങ്ങൾക്കായി നന്ദി പറയുന്ന കർത്താവേ. എത്ര സ്തുതിച്ചാലും മതി വരില്ല കർത്താവേ. നീ ഞങ്ങളെ നടത്തിയ വിധങ്ങളെ ഓർത്താല്, ഞങ്ങൾ പുറമോട്ടൊന്ന് തിരിഞ്ഞു നോക്കിയാല് ഞങ്ങളുടെ ജീവിതത്തിൽ എന്തെല്ലാം വിഷയങ്ങളിൽ മേലെ എൻ്റെ കർത്താവിൻ്റെ കരം കൂടെ ഇരുന്ന് ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ഒരമ്മ
തൻ്റെ കുഞ്ഞിനെ ആശ്വസിപ്പിക്കുന്നത് പോലെ എൻ്റെ കർത്താവ് അടികളെ ആശ്വസിപ്പിക്കുന്ന ഓർത്ത് സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ഹല്ലേലൂയ. വിലയേറിയതും വിലപ്പെട്ടതുമായ ഈ ദിവസം കർത്താവെ, ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ഗ്രൂപ്പിൽ കൂടെ കടന്നു വരുവാൻ എൻ്റെ കർത്താവോട് ഒരുക്കിയത് ഓർത്ത് സ്തോത്രം. ഞങ്ങൾ നിന്നതല്ലപ്പാ, നീ ഞങ്ങളെ നിർത്തിയതാ. ഞങ്ങളൊന്നും നേടിയവരല്ലപ്പാ, നീ ഞങ്ങൾക്ക് എല്ലാം ദാനമായി തന്നത് ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. അക്ഷരത്തിന്റെ പഴക്കത്തിലല്ലപ്പാ, ആത്മാവിന്റെ പുതുക്കത്തിൽ അപ്പച്ചനെ ആരാധിപ്പാന് അടിങ്ങളെ അവിടുന്ന് യോഗ്യതയുള്ളവരാക്കി തീർക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. അവൻ നിങ്ങൾക്കായി കരുന്നാകാൻ നിങ്ങളുടെ ഭാരം യഹോവയിന്മേൽ വെച്ചുകൊള്ളാൻ കർത്താവ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പലപ്പോഴും ഞങ്ങൾ ഞങ്ങളുടെ ഭാരങ്ങളെ ചുമന്നുകൊണ്ട് നടക്കുന്നവരാ കർത്താവ്. എന്നാൽ കർത്താവിൻ്റെ സന്നിധിയിൽ ഞങ്ങളുടെ ഭാരങ്ങളെ ഒന്ന് ഇറക്കി വെക്കുവാൻ കർത്താവ് അവിടുന്ന് ഒരുക്കുന്ന കൃപകൾക്കായി നന്ദി പറയുന്നു. അപ്പം ഈ ഗ്രൂപ്പിനെ ദൈവകരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ഇങ്ങനെ ഒരു ഗ്രൂപ്പ് തുടങ്ങാൻ നിന്റെ മക്കൾക്ക് കൊടുത്ത ആലോചനയ്ക്കായി നന്ദി പറയുന്നു കർത്താവേ. അപ്പ പ്രയാസങ്ങളുടെയും പ്രതികൂലങ്ങളുടെയും മധ്യത്തിലെ, ഭാരങ്ങളുടെ മധ്യത്തിലെ ഓടി വന്നൊരു ആശ്വാസം പ്രാപിപ്പാന് അടിങ്ങൾക്കൊക്കെ അവിടുന്ന് കൃപ തരുന്ന ഓർത്ത് സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്നു. അപ്പൊ രാവിലെ 6 മണി മുതൽ ഈ സമയം 11 മണി വരെയും ഞങ്ങളുടെ ഈ ഗ്രൂപ്പ് മുൻപോട്ട് നയിക്കുന്ന ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. അപ്പൊ ഇത് നയിക്കുന്ന എല്ലാ ലീഡേഴ്സിനെയും ദൈവകരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ സാന്നിധ്യം കൂടെ ഇരിക്കുമാറാകണമേ. ദൈവത്തിന്റെ ആത്മാവിനാൽ ഇത് നയിക്കപ്പെടുവാന് സ്വർഗത്തിലെ ദൈവം അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പ ഈ രാത്രിയിലെ വചനവുമായി വരുന്ന എൻ്റെ അഭിഷക്തനെ കരങ്ങളിൽ സമർപ്പിക്കുക കർത്താവേ. അപ്പ നിന്റെ അപ്പച്ചൻ്റെ ആ വചനങ്ങളെ നിന്റെ അഭിഷക്തനിൽ കൂടെ ഞങ്ങൾക്ക് കേൾക്കുവാനും അതനുസരിച്ച് ഞങ്ങൾക്ക് കർത്താവേ അത് ഞങ്ങളുടെ ഹൃദയത്തിൽ ഉൾക്കൊള്ളുവാൻ തക്കവണ്ണം എൻ്റെ സ്വർഗത്തിലെ ദൈവം അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ആ വചനങ്ങളെയൊക്കെയും ഞങ്ങൾക്ക് പ്രാഗൽഭ്യത്തോടെ പറഞ്ഞു വരുവാൻ നിന്റെ അഭിഷക്തനെ ഒരുക്കുന്നു ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. കുടുംബമായി അപ്പച്ചൻ്റെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക കർത്താവേ. അപ്പൊ ഇന്ന് വചന കേൾവിക്കായി ഞങ്ങളെ തന്നെ ഒരു പ്രാവശ്യം കൂടെ അപ്പച്ചന്റെ കരങ്ങളിൽ സമർപ്പിക്കുക. ഞങ്ങൾ നല്ല നിലത്ത് വീണ വിത്ത് പോലെ ഞങ്ങളുടെ ഹൃദയങ്ങളൊക്കെ സംഗ്രഹിപ്പാൻ തക്കവണ്ണം എൻ്റെ സ്വർഗത്തിലെ ദൈവം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ഗ്രൂപ്പിൽ കൂടെ കടന്നു വന്ന മക്കളെ മുറ്റുമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഇങ്ങനെ ഒരു ആത്മീയ കൂട്ടായ്മ ഞങ്ങൾക്ക് തന്നല്ലോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതിനകത്തിന്റെ മക്കൾക്ക് കയറുവാൻ തന്ന കൃപയ്ക്കായി നന്ദി പറയുന്നു കർത്താവേ. ഹല്ലേലൂയ. അവരുടെ കുടുംബങ്ങളെ എല്ലാം ദൈവമേ നീ അവിടുന്ന് വാഴ്ത്തി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ജീവിത പങ്കാളികളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദാനം കൊടുത്തിരിക്കുന്ന മക്കളെയും കൊച്ചുമക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും കർത്താവെ ആ തിരു കുടുംബം പോലെ സന്തോഷ സമാധാനമുള്ള കുടുംബ ജീവിതം നയിപ്പാന് നിന്റെ മക്കളെയൊക്കെ അവിടുന്ന് ഒരുക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവെ, ഞങ്ങൾ അനേക വിഷയങ്ങൾ അപ്പച്ചന്റെ സന്നിധിയിൽ പ്രാർത്ഥനയ്ക്കായി ഏൽപ്പിച്ചിട്ടുണ്ടല്ലോ. ഞങ്ങളുടെ രോഗികളെ എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അവിടുത്തെ കാര്യങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അടിങ്ങൾക്ക് അല്പസമയം അപ്പച്ചന്റെ പാതവെടുത്ത് ഇരിക്കട്ടെ കർത്താവെ. ക്രൂശിന്റെ മറവിൽ അടിങ്ങളെ നിർത്തുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. രോഗക്കിടക്ക് മാറ്റിവിരിക്കുന്ന സ്വർഗത്തിന്റെ കരങ്ങൾ രോഗികളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. പ്രത്യേകിച്ച് ക്യാൻസർ രോഗത്താൽ ഭാരപ്പെടുന്ന മക്കളെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. എൻ്റെ സ്വർഗത്തിലെ ഗിലെയാദിന്റെ തൈലം ഒഴിച്ച് നിന്റെ മക്കൾക്കൊക്കെ സൗഖ്യം കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പലവിധമാകുന്ന ഭാരത്താൽ കഴിയുന്നവരുണ്ട് കർത്താവേ. എക്സാം എഴുതുന്ന കുഞ്ഞുങ്ങളുണ്ട് കർത്താവേ. എക്സാം കഴിഞ്ഞ റിസൾട്ടിനായി നോക്കിയിരിക്കുന്ന മക്കളുണ്ട്. എല്ലാവരും തിരുപ്പാദത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. എല്ലാ നന്മകളാൽ അടിങ്ങളെ നിറയ്ക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. അല്പസമയം ഞങ്ങൾ വചനത്തിന്റെ മറവിൽ നിന്ന് ഇരിക്കട്ടെ കർത്താവേ. ആ ക്രൂശിന്റെ മറവിൽ ഞങ്ങളെ ഇരുത്തുമാറാകണമേ കർത്താവേ. അഭിഷേകത്തിൽ കൂടെ ഞങ്ങൾക്ക് നല്ല വചനങ്ങൾ കേൾക്കുവാന് അവിടുന്ന് കൃപ തരുന്ന ഓർത്ത് സ്തോത്രം. പ്രാർത്ഥനയും യാചനയും കേട്ടുകൊണ്ട് സ്തോത്രം. യേശുവിന്റെ അൻപുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. അച്ഛൻ വരാൻ ശകല താമസമുണ്ട്. അതുകൊണ്ട് വീണ്ടും നമുക്ക് ഒരു പാട്ട് പാടി അച്ഛൻ വരുന്നത് വരെ. ഞാൻ എത്തിയിട്ടുണ്ട് കേട്ടോ, എത്തിയിട്ടുണ്ട്. അച്ഛൻ വന്നോ? ഓക്കെ, താങ്ക് യു അച്ഛാ. അപ്പൊ നമ്മൾ പ്രൈസ് ദി ലോർഡ്. ക്രിസ്തുയേശുവിന്റെ ധന്യനാമത്തിൽ ഏവരെയും ഇന്നത്തെ ബൈബിൾ സ്റ്റഡി ക്ലാസ്സിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. നമുക്ക് നമ്മുടെ പ്രോഗ്രാം ആരംഭിക്കാം. ആദ്യമായി പാട്ട് പാടുവാനായി ജെസ്സി മനുവിനെ ക്ഷണിക്കുന്നു. കുഞ്ഞാടേ നിന്നിൽ ഞാൻ കാണുന്നെന്തപ്പായേ, കള്ളന്മാർ നടുവിൽ തേജസ്സായി പൊന്മുഖം, 1000 സൂര്യനെ വെല്ലുന്ന ശോഭയ, കയ്യിലാണി പഴുതു കാട്ടി അവൻ മേഘാരൂഢനായി മാറി. ആ കുഞ്ഞാടേ നിന്നിൽ ഞാൻ
കാണുന്നെൻ്റപ്പായേ, കാണുന്നെൻ്റപ്പായേ. പൊന്നിനേക്കാളും തിളങ്ങുന്ന കിരീടം ചാർത്തി രാജാവായി എഴുന്നള്ളി വരുമ്പോൾ, പൊന്നിനേക്കാളും തിളങ്ങുന്ന കിരീടം ചാർത്തി രാജാവായി എഴുന്നള്ളി വരുമ്പോൾ, ആ പൊന്മുഖത്ത് മുത്താൻ എനിക്കാശയുണ്ട് പൊന്നേ, ആ പൊന്മുഖത്ത് മുത്താൻ എനിക്കാശയുണ്ട് പൊന്നേ. ആ കുഞ്ഞാടേ നിന്നിൽ ഞാൻ കാണുന്നെൻ്റപ്പായേ, കാണുന്നെൻ്റപ്പായേ. Praise the Lord. താങ്ക് യു ചേച്ചി. സങ്കീർത്തകൻ പറയുന്നു, നിന്റെ വചനം എന്റെ കാലിന് ദീപവും എന്റെ പാതയ്ക്ക് പ്രകാശവുമാണ്. തേനിനേക്കാളും തേൻകട്ടിയേക്കാളും മാധുര്യമേറിയ കർത്താവിന്റെ വചനം നമുക്ക് ഒന്നു ചേർന്ന് വായിക്കാം. ഇന്ന് വായിക്കുന്നത് ന്യായാധിപന്മാരുടെ പുസ്തകം 21 അധ്യായമാണ്. നമുക്ക് 1 by 1 ആയിട്ട് വായിക്കാം. എന്നാൽ നമ്മിലാരും തന്റെ മകളെ ഒരു ബെന്യാമിന് ഭാര്യയായി കൊടുക്കരുത് എന്ന് ഇസ്രായേലിയർ മിസ്പായിൽ വെച്ച് ശപഥം ചെയ്തിരുന്നു. ആകയാൽ ജനം ബഥേലിൽ ചെന്ന് അവിടെ ദൈവസന്നിധിയിൽ സന്ധ്യ വരെ ഇരുന്ന് ഉച്ചത്തിൽ മഹാവിലാപം കഴിച്ചു. ഇസ്രായേലിന്റെ ദൈവമായ യഹോവേ, ഇന്ന് ഇസ്രായേലിൽ ഒരു ഗോത്രമില്ലാതെ പോകുവാൻ തക്കവണ്ണം ഇസ്രായേലിൽ ഇങ്ങനെ സംഭവിച്ചുവല്ലോ എന്ന് പറഞ്ഞു. പിറ്റേന്നാൾ ജനം അധികാലത്ത് എഴുന്നേറ്റ് അവിടെ ഒരു യാഗപീഠപ്പെടുതെ ഹോമയാഗങ്ങളും സമാധാനയാഗങ്ങളും അർപ്പിച്ചു. പിന്നെ ഇസ്രായേൽ മക്കൾ എല്ലാ ഇസ്രായേൽ ഗോത്രത്തിലും യഹോവയുടെ അടുക്കൽ സഭയ്ക്ക് വരാതെ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു. മിസ്പയിൽ യഹോവയുടെ അടുക്കൽ വരാത്തവൻ മരണശിക്ഷ അനുഭവിക്കണമെന്ന് അവർ ഒരു ഉഗ്രശപഥം ചെയ്തിരുന്നു. 6. എന്നാൽ ഇസ്രായേൽ മക്കൾ തങ്ങളുടെ സഹോദരന്മാരായ ബെന്യാമീന്യരെ കുറിച്ച് അനുഭവിച്ചു. ഇന്ന് ഇസ്രായേലിൽ നിന്നൊരു ഗോത്രം അറ്റുപോയിരിക്കുന്നു. ശേഷിച്ചിരിക്കുന്നവർക്ക് നമ്മുടെ പുത്രിമാരെ ഭാര്യമാരായി കൊടുക്കരുത് എന്ന് നാം യഹോവയുടെ നാമത്തിൽ സത്യം ചെയ്തിട്ടുകൊണ്ട് അവർക്ക് ഭാര്യമാരെ കിട്ടുവാൻ നാം എന്ത് ചെയ്യപ്പെടുന്നു. 8. ഇസ്രായേൽ ഗോത്രങ്ങളിൽ നിന്ന് മിസ്ബായിൽ യഹോവയുടെ അടുക്കൽ വരാതെ ഇസ്രായേൽ ഗോത്രങ്ങളിൽ നിന്ന് മിസ്ബയിൽ യഹോവയുടെ അടുക്കൽ വരാതെ ആരെങ്കിലും ഉണ്ടോ എന്ന് അവർ അന്വേഷിച്ചപ്പോൾ ഗിലെയാദിലെ യാബേശിൽ നിന്ന് ആരും പാളയത്തിൽ സഭയ്ക്ക് വന്നിട്ടില്ല എന്ന് കണ്ടു. 9. ജനത്തെ എണ്ണി നോക്കിയാറെ ഗിലെയാദിലെ യാബേശ് നിവാസികളിൽ ആരും അവിടെ ഇല്ല എന്ന് കണ്ടു. 10. അപ്പോൾ സഭ പരാക്രമശാലിയായ 10,000 പേരെ അവിടേക്ക് അയച്ചു. അവരോട് കൽപ്പിച്ചത്, നിങ്ങൾ ചെന്ന് ഗിലെയാദിലെ യാബേശ് നിവാസികളെ സ്ത്രീകളും പൈതങ്ങളും ഉൾപ്പെടെ വാളിന്റെ വായ്ത്തലയാൽ കൊല്ലുവീൻ. അതിൽ നിങ്ങൾ പ്രവർത്തിക്കേണ്ടത് ഈ വണ്ണം: സകല പുരുഷന്മാരെയും പുരുഷനോട് ശയിച്ച സകല സ്ത്രീകളെയും നിങ്ങൾ നിർമൂലമാക്കണം. അങ്ങനെ ചെയ്തതിൽ ഗിലെയാദിലെ യാബേശ് നിവാസികളുടെ ഇടയിൽ പുരുഷനുമായി ശയിച്ച് പുരുഷ സംസർഗം ചെയ്തിട്ടില്ലാത്ത 400 കന്യകമാരെ കണ്ടെത്തി അവരെ കനാൻ ദേശത്തിലെ ശീലോവിൽ പാളയത്തിലേക്ക് കൊണ്ടുവന്നു. 13. സർവ്വസഭയും രിമ്മോൻ പാറയിലെ ബെന്യാമിനോട് സംസാരിച്ച് സമാധാനം അറിയിപ്പാൻ ആളയച്ചു. 14. അപ്പോൾ ബെന്യാമീൻ മടങ്ങി വന്നു ഗിലെയാദിലെ യാബേശിലുള്ള സ്ത്രീകളിൽ വെച്ച് അവർ ജീവനോടെ രക്ഷിച്ചിരുന്നവരെ അവർക്ക് കൊടുത്തു. 15. അവർക്ക് അവരെ കൊണ്ട് തികഞ്ഞില്ല. യഹോവ ഇസ്രായേൽ ഗോത്രങ്ങളിൽ ഒരു ഛേദം വരുത്തിയിരിക്കൊണ്ട് ജനം ബെന്യാമീന്യരെ കുറിച്ച് ദുഃഖിച്ചു. 16. And the elders of the assembly said, with the women of Benjamin destroyed, how shall we provide wives for the men who left? 17. ഇസ്രായേലിൽ നിന്ന് ഒരു ഗോത്രം നശിച്ചു പോകാതിരിക്കേണ്ടതിന് ബെന്യാമീനിൽ രക്ഷപ്പെട്ടവർക്ക് അവരുടെ അവകാശം നിൽക്കണം. 18. എന്നാൽ നമ്മുടെ പുത്രിമാരെ അവർക്ക് ഭാര്യമാരായി നൽകുക സാധ്യമല്ല. കാരണം ബെഞ്ചമിൻ വംശജനെ ഭാര്യയെ നൽകുന്നവൻ ശപിക്കപ്പെട്ടവനായിരിക്കുമെന്ന് ഇസ്രായേൽ ജനം ശപഥം ചെയ്തിട്ടുണ്ട്. 19.
അപ്പോൾ അവർ ബേഥേലിന് വടക്കും ബേഥേലിൽ നിന്നും ശെഖേമിലേക്ക് പോകുന്ന പെരുവഴിക്ക് കിഴക്കും ലെബോനയ്ക്ക് തെക്കും ശീലോവിൽ ആണ്ടുതോറും യഹോവയുടെ ഉത്സവമുണ്ടല്ലോ എന്ന് പറഞ്ഞു. ആദ്യാൽ അവർ ബെന്യാമീനോട് നിങ്ങൾ മുന്തിരിത്തോട്ടത്തിൽ പതിയിരിക്കുകയും 21 ശീലോവിലെ കന്യകമാർ നിരനിരയായി ചെയ്യുവാൻ പുറപ്പെട്ടു വരാൻ ഞങ്ങൾ കാണുമ്പോൾ മുന്തിരിത്തോട്ടങ്ങളിൽ നിന്ന് പുറപ്പെട്ട് ഓരോരുത്തരും ശീലോവിലെ കന്യകമാരിൽ നിന്ന് ഭാര്യയെ പിടിച്ച് ബെന്യാമിൻ ദേശത്തേക്ക് പൊയ്ക്കൊള്ളുവീൻ എന്ന് കൽപ്പിച്ചു. 22 അവരുടെ അപ്പന്മാരോ ആങ്ങളമാരോ ഞങ്ങളുടെ അടുക്കൽ വന്ന് സങ്കടം പറഞ്ഞാൽ ഞങ്ങൾ അവരോട് അവരെ ഞങ്ങൾക്ക് ദാനം ചെയ്യുവീൻ. നാം പടയിൽ അവർക്കെല്ലാവർക്കും ഭാര്യമാരെ പിടിച്ചു കൊണ്ടുവന്നില്ല. നിങ്ങൾ കുറ്റക്കാരാകുവാൻ നിങ്ങൾ ഇക്കാലത്തെ അവർക്ക് കൊടുത്തിട്ടും ഇല്ലല്ലോ എന്ന് പറഞ്ഞു. 23 ബെന്യാമിനർ അങ്ങനെ ചെയ്തു. നൃത്തം ചെയ്യുന്ന സ്ത്രീകളെ തങ്ങളുടെ എണ്ണത്തിന് ഒത്തവണ്ണം പിടിച്ച് തങ്ങളുടെ അവകാശത്തിലേക്ക് മടങ്ങി ചെന്ന് പട്ടണങ്ങളെ വീണ്ടും പണിത് അവയിൽ പാർത്തു. 24 ഇസ്രായേൽ മക്കളും ആ കാലത്തെ അവിടെ നിന്ന് ഓരോരുത്തരും ദാതാന്റെ അങ്ങനെ അവർ അവിടെ നിന്ന് ഓരോരുത്തരും ദാതാന്റെ അവകാശത്തിലേക്ക് ചെന്നു. ആ കാലത്ത് ഇസ്രായേലിൽ രാജാവില്ലായിരുന്നു. ഓരോരുത്തൻ തനിക്ക് ബോധിച്ചതുപോലെ നടന്നു. പറയുമോ? ഇന്നത്തെ വചന കേൾവിക്കായി ഓരോ ഹൃദയങ്ങളെയും ഒരുക്കേണ്ടതിനായി പ്രാർത്ഥനയ്ക്കായി ബിസിയെ ക്ഷണിക്കുന്നു. സ്തോത്രം യേശുവേ, സ്തോത്രം ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 കർത്താവേ. നന്ദിയോട് സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്ന കർത്താവേ. എല്ലാം തമ്പുരാന്റെ ഉദ്ദേശപ്രകാരമാണല്ലോ കർത്താവേ ഞങ്ങൾ എല്ലാവരും കടന്നു വന്നിരിക്കുന്നത്. യേശുവേ സ്തോത്രം, യേശുവേ സ്തോത്രം കർത്താവെ. പല ഭവനങ്ങളിലായിരുന്നുകൊണ്ട് പല ദേശങ്ങളിലായിരുന്നുകൊണ്ട് കർത്താവെ ഒത്തൊരുമിച്ച ദൈവമേ നിന്റെ സന്നിധിയിലേക്ക് ഞങ്ങൾ കർത്താവെ കടന്നു വന്നിരിക്കുന്ന ദൈവമേ സ്തോത്രം. യേശുവേ സ്തോത്രം തമ്പുരാനെ. ഇന്ന് ഞങ്ങളുടെ മധ്യത്തിലേക്ക് അവിടുന്ന് എഴുന്നള്ളി വന്നിരിക്കാൻ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്ന കർത്താവെ. ഞങ്ങളുടെ ഓരോ ഹൃദയങ്ങളോട് ദൈവമേ നീ സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിനെ ഓർത്ത് നന്ദിയോട് സ്തോത്രം ചെയ്യുന്ന കർത്താവെ. ഈ നൊയമ്പിന്റെ കാലയളവിലെ കർത്താവെ ഇന്നത്തെ വിശുദ്ധ ബലിയിലൊക്കെ ഞങ്ങൾക്ക് പങ്കുകൊള്ളുവാനും ദൈവമേ നിന്റെ കർത്താവെ അവിടുന്ന് ഞങ്ങളുടെ ഉള്ളിലൊക്കെയും വസിക്കുവാൻ തക്കവണ്ണം കർത്താവെ ഞങ്ങൾ ഒരുക്കത്തോടുകൂടി ആയിരിക്കാനും ഒക്കെയും ദൈവമേ ഞങ്ങളെ ഇന്ന് അനുഗ്രഹിച്ച ദിവസത്തിനെ ഓർത്ത് ഞങ്ങൾ നന്ദി പറഞ്ഞു പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ. സ്തോത്രം 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 കർത്താവെ. ഞങ്ങൾ കൂടുതൽ ദൈവമേ ഒരുക്കമുള്ളവരായി തീരുവാന് ഞങ്ങളെ തന്നെ ഒന്ന് ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം ഞങ്ങളുടെ കുറവുകളെ കർത്താവെ ഒന്ന് മനസ്സിലാക്കുവാൻ തക്കവണ്ണം ഒക്കെയും ദൈവമേ ഈ നാളുകളില് അവിടുന്ന് ഞങ്ങളെ കർത്താവെ നീ വിശദീകരിക്കുന്നതിന് ഓർത്ത് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു കർത്താവെ. ഹല്ലേലൂയ. സ്തോത്രം യേശുവേ. നന്ദി യേശുവേ. ആരാധന മഹത്വം കർത്താവെ. ദൈവമേ സ്തോത്രം യേശുവേ. നന്ദി കർത്താവെ. ഞങ്ങൾ ഇന്ന് കർത്താവെ നിന്റെ സന്നിധിയിലേക്ക് കടന്നു വന്നിരിക്കുന്നതിന്റെ ഉദ്ദേശം ദൈവമേ മുൻപമേ അവിടുന്ന് തീരുമാനിച്ചുറച്ചിരിക്കുന്നതിനായി നന്ദിയോട് സ്തോത്രം ചെയ്യുമേ. അവിടുത്തെ ആലോചനയാണല്ലോ കർത്താവെ ഇമ്മാനുവേൽ ഗ്രൂപ്പിനെ കർത്താവെ. ഹല്ലേലൂയ. സ്തോത്രം അവിടുന്ന് തെരഞ്ഞെടുത്തിരിക്കുന്ന ഒരു ഗ്രൂപ്പാകിയാൽ നന്ദിയോട് സ്തോത്രം ചെയ്യുമേ. യേശുവേ സ്തോത്രം യേശുവേ. യഹോവയിൽ ആശ്രയിച്ച് നന്മ ചെയ്യുക, ദേശത്ത് പാർത്ത് വിശ്വസ്ത ആചരിക്കുക കർത്താവെ. ഹല്ലേലൂയ. അതിനു വേണ്ടി കർത്താവെ ഞങ്ങൾ ഓരോരുത്തരും കർത്താവെ നിന്റെ സന്നിധിയിലേക്ക് കർത്താവെ ഞങ്ങളൊക്കെയും വിശ്വസ്തരായി തീരുവാൻ കർത്താവെ ദൈവമേ യഹോവയിൽ ആശ്രയിച്ച് നന്മ ചെയ്യുവാനുള്ള കൃപ ഞങ്ങൾക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ. സ്തോത്രം. ഞങ്ങളുടെ എല്ലാ കർത്താവെ ഈ ഗ്രൂപ്പിലെ നയിക്കുന്ന എല്ലാ ലീഡേഴ്സിനും ദൈവത്തിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്ന കർത്താവെ. അവിടുന്ന് ദൈവം ഓരോ ഹൃദയങ്ങളെയും കർത്താവെ നിനക്ക് വേണ്ടി വേല ചെയ്യുന്നവരാക്കി നീ ഒരുക്കിയെടുക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ദൈവമേ അവിടുന്ന് വിളിച്ചു ചേർത്തവരൊക്കെ ആണല്ലോ കർത്താവെ കടന്നു വന്നിരിക്കുന്നത്. ദൈവമേ പ്രത്യേകമായി ഇന്ന് ഞങ്ങൾക്ക് കർത്താവെ വചനം പങ്കുവെച്ച് ദൈവമേ ഞങ്ങളുടെ ഹൃദയങ്ങളെ ഒന്ന് ദൈവമേ തുറക്കുവാന് ആ വചനത്തെ ഒന്ന് ഞങ്ങളുടെ ഹൃദയങ്ങളിലൊക്കെ ഒന്ന് സംഗ്രഹിക്കുവാന് ഒക്കെയും ദൈവമേ നിന്റെ പരിശുദ്ധാത്മാവിനെ ഞങ്ങളിലേക്ക് അയക്കുമാറാകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. അതിന് ഞങ്ങൾക്ക് വചനം പങ്കുതയ്ക്ക് വെച്ചു തരുവാനായി കടന്നു വന്ന ഞങ്ങളുടെ കർത്താവെ വൈദികനെ പ്രത്യേകമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ. വചനം ഏതാത്മാവിനാൽ എഴുതിയിരിക്കുന്നു അതേ ആത്മാവിനാൽ ഞങ്ങൾക്ക് ശ്രവിക്കുവാനും ദൈവമേ അതേ കർത്താവെ ഞങ്ങളുടെ ഉള്ളിൽ സംഗ്രഹിക്കുവാനും ഒക്കെയും ദൈവമേ തമ്പുരാനെ ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ. സ്തോത്രം കർത്താവെ. ഞങ്ങളെ ഓരോരുത്തരും നിന്റെ കരങ്ങളിലേക്ക് താഴ്ത്തി സമർപ്പിക്കുന്ന കർത്താവെ. അവിടുന്ന് കർത്താവെ ഞങ്ങളുടെ ഓരോ ഹൃദയങ്ങളോടും ദൈവമേ അവിടുന്ന് സംസാരിച്ചു കൊണ്ടിരിക്കണമേ. വചന ഇരുവായ്ത്തലയുള്ള
ഇരുവായ്ത്തല ഉള്ള മൂർച്ചയേറിയ വാളിനെക്കാൾ കർത്താവെ തുളഞ്ഞു കയറുന്നതാണല്ലോ കർത്താവെ. ആ ഒരു അനുഭവം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നീ തരുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഇന്ന് ഈ സമയത്ത് ഈ ഗ്രൂപ്പിൽ കടന്നു വന്നിരിക്കുന്നവരെയും കർത്താവെ, തലവണക്കിയിരിക്കുന്ന ഓരോരുത്തരെയും ദൈവമേ, വചനം കേൾക്കുവാൻ ആഗ്രഹിച്ചു വന്നിരിക്കുന്ന എല്ലാവരെയും ദൈവമേ പ്രത്യേകമായി അച്ഛനെയും സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവമേ അനുഗ്രഹിച്ചാട്ട് കർത്താവെ. ഹല്ലേലൂയ, സ്തോത്രം ദൈവമേ. അവിടുന്ന് നന്ദി പറഞ്ഞുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ ഗ്രൂപ്പിൽ സമർപ്പിക്കുന്ന അനേക വിഷയങ്ങൾക്ക് തമ്പുരാനെ നീ മറുപടി തരുന്ന ദൈവമാകിയാൽ ഞങ്ങൾ നന്ദി പറഞ്ഞു പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഈ ഗ്രൂപ്പിനെ ഏത് രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണം ദൈവമേ. ഞങ്ങൾ ആരും കർത്താവെ കഴിവോ പ്രാപ്തിയോ ഉള്ളവരൊന്നും അല്ല കർത്താവെ. ഹല്ലേലൂയ, സ്തോത്രം. ആ മീൻപിടുത്തക്കാരായ കർത്താവെ, ഹല്ലേലൂയ, ശിഷ്യന്മാരെ തെരഞ്ഞെടുത്തതുപോലെ ഞങ്ങൾ ആരും കർത്താവെ വചനത്തിലെ പ്രാവീണ്യമോ കഴിവോ ഉള്ളവരൊന്നും അല്ല കർത്താവെ. എന്നാൽ ജനത്തെ നയിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും ദൈവമേ, ഈ ഗ്രൂപ്പിനെ ലീഡ് ചെയ്യുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും തമ്പുരാനെ നീ തെരഞ്ഞെടുത്തിട്ടുണ്ടല്ലോ കർത്താവെ. ഇനി ഞങ്ങളെയൊക്കെ ഏൽപ്പിക്കുന്ന ജോലികൾ വിശ്വസ്തയോടും തീഷ്ണതയോടും കൂടി ചെയ്യുവാൻ ഞങ്ങളെ നീ പ്രാപ്തരാക്കണമേ. അതിനു വേണ്ട ഗൈഡൻസ് ദൈവമേ, അതിനു വേണ്ട കൃപകൾ ഞങ്ങൾക്ക് നീ ചൊരിഞ്ഞു തരുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു തമ്പുരാനെ. ഞങ്ങളെല്ലാവരും ഒരു പ്രാവശ്യം കൂടെ താഴ്ത്തി സമർപ്പിക്കുന്നു. വചനം കേൾക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും ഞങ്ങളുടെ ഹൃദയത്തിന്റെ കർത്താവേ ഹല്ലേലൂയ ഞങ്ങൾക്ക് നിർമ്മലത തരുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവേ സ്തോത്രം. യേശുവേ നന്ദി. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടിരിക്കാൻ നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. യേശുവേ നന്ദി. യേശുവേ ആരാധന. എബ്രായ ലേഖനം 4:12 പറയുന്നു, ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യമുള്ള ഏതു വാളിനേക്കാളും മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും സദ്യമഞ്ചകളെയും വേർപിടിക്കും വരെ തുളച്ചു ചെല്ലുന്നതും ഹൃദയത്തിന്റെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതും ആകുന്നു. ഇന്ന് നമുക്ക് ക്ലാസ് എടുക്കുന്നത് ബഹുമാനപ്പെട്ട ഡോക്ടർ തോമസ് മലയശ്ശേരി അച്ഛനാണ്. അച്ഛൻ തികഞ്ഞ വാഗ്മിയും വേദപണ്ഡിതനുമാണ്. അച്ഛൻ്റെ ക്ലാസ്സിൽ ഇരുന്ന് പഠിക്കുവാനും വനിതാ സമാജത്തിന്റെ പല മീറ്റിങ്ങുകളിലും അച്ഛൻ്റെ പ്രസംഗം കേൾക്കുവാനും ഒക്കെ എനിക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ വേദപുസ്തക സത്യങ്ങൾ ഏവർക്കും ഗ്രഹിക്കത്തക്ക രീതിയിലും ശൈലിയിലും അവതരിപ്പിക്കുവാൻ അച്ഛന് പ്രത്യേകം ശ്രദ്ധിക്കാറുണ്ട്. അപ്പോൾ കർത്താവിന്റെ മുന്തിരിത്തോപ്പിൽ വിശ്വസ്തയോടെ വേല ചെയ്യുവാൻ അച്ഛന് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ക്ലാസ്സിനായി അച്ഛനെ സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ത്രിയേക ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇമ്മാനുവേൽ പ്രയർ ഗ്രൂപ്പിന്റെ എല്ലാ ഭാരവാഹികൾക്കും ദൈവനാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുകയാണ്. നമ്മൾ 2 ആഴ്ച മുമ്പ് ഇതുപോലെ ഈ പ്ലാറ്റ്ഫോമിൽ ഒന്ന് മീറ്റ് ചെയ്തിരുന്നു. ഇന്ന് വീണ്ടും എന്നോട് ഒരു ക്ലാസ് എടുക്കണമെന്ന് ആവശ്യപ്പെട്ടു. അപ്പൊ ഞാനിങ്ങനെ പല വിഷയങ്ങളെ കുറിച്ച് ചിന്തിച്ചപ്പോൾ നമ്മുടെ ഈസ്റ്ററിലേക്കൊക്കെ കടന്നു വരികയാണല്ലോ. ഇപ്പോൾ ക്രിസ്മസ് ഒക്കെ നമ്മളെ കഴിഞ്ഞു പോയി. അപ്പൊ ഈസ്റ്ററിന്റെ ഒരു സന്ദേശം നിങ്ങളോടൊത്ത് പങ്കുവയ്ക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇവിടെ വളരെ സീനിയേഴ്സ് ഉണ്ട്, ജൂനിയേഴ്സ് ഒക്കെ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരു 40-50 വർഷം മുമ്പുള്ളതായ നമ്മുടെ നാടിന്റെ ഒക്കെ ചുറ്റുപാടുകളൊക്കെ നമ്മളൊന്ന് കേട്ടറിവുള്ളവരാണ് ഇതിൻ്റെ അകത്ത് ഉള്ളവരൊക്കെ. ആ കാലഘട്ടം വെച്ച് നമ്മൾ ഇന്നും താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ ഇന്നത്തെ പുതിയ തലമുറ അല്ലെങ്കിൽ ഇന്നത്തെ കാലഘട്ടം എന്ന് പറയുന്നത് എല്ലാ രീതിയിലും മെച്ചം അവകാശപ്പെടാനുള്ള ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമുക്ക് അഭിമാനിക്കാൻ പലതുണ്ട്. ഇന്നലത്തേക്കാൾ മെച്ചപ്പെട്ട വീടുകൾ നമുക്കുണ്ട്. മെച്ചപ്പെട്ട വസ്ത്രം ധരിക്കുന്നതായ സ്ത്രീ പുരുഷന്മാരാണ് ഇന്നുള്ളത്. ഇന്ന് വിവര സാങ്കേതിക വിദ്യയിൽ ലോകം വളരെ ശക്തമായി വളർന്നു കഴിഞ്ഞു. നല്ല വിദ്യാഭ്യാസമുള്ള കുട്ടികളാണ് നമ്മുടെയൊക്കെ. അതേപോലെ തന്നെ ആരോഗ്യ മേഖലയിലും വളരെ അത്ഭുതകരമായ ഒരു വളർച്ച നമ്മുടെ സമൂഹത്തിനൊക്കെ ഉണ്ട്. എന്നാൽ നമ്മുടെ ഒരു 50 വർഷം മുമ്പുള്ളതായ നമ്മുടെ കാലഘട്ടം എന്നൊക്കെ പറയുന്നത് ഇതിലൊക്കെ ഒത്തിരി പിന്നിലായിരുന്നു. എന്നാൽ നമ്മൾ ഒരു കാര്യം നോക്കുമ്പോൾ നമ്മുടെയൊക്കെ വലിയപ്പച്ചന്മാർക്ക് ഇന്നത്തെ പോലെ യാത്രാ സൗകര്യങ്ങളില്ല,
ഇന്നത്തെ ഒരു ആശയവിനിമയ മാർഗങ്ങളൊന്നും അക്കാലത്തില്ലായിരുന്നു. നല്ല വസ്ത്രങ്ങളില്ലായിരുന്നു. നല്ല വിദ്യാഭ്യാസം ലഭിക്കാനുള്ളതായ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. ദീർഘദൂരമൊക്കെ യാത്ര ചെയ്താണെന്ന് പഠിക്കാൻ കഴിവുള്ളവർ പഠിച്ചിരുന്നത്. പക്ഷെ നമ്മൾ ഇന്നേം കൂടെ താരതമ്യം ചെയ്യുമ്പോൾ ഇതൊന്നും അവർക്കില്ലായിരുന്നെങ്കിലും അവർക്ക് എന്തുണ്ടായിരുന്നു? ജയന്തി, പഴയ അപ്പച്ചന്മാർക്കൊക്കെ എന്തുണ്ട്? അവർക്ക് ഈ പറയുന്ന കാര്യങ്ങളൊന്നുമില്ല, പക്ഷെ അവർക്ക് എന്തുണ്ടായിരുന്നു? സമാധാനവും സന്തോഷവും ഉണ്ടായിരുന്നു. അതെ, കറക്റ്റ്. സമാധാനം ഉണ്ടായിരുന്നു, സന്തോഷം ഉണ്ടായിരുന്നു. സന്ധ്യയാകുമ്പോൾ വീട്ടിലെല്ലാവരും കൂടെ ചേർന്നിരുന്ന് പാട്ടുപാടി പ്രാർത്ഥിച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് കിടന്നുറങ്ങുമായിരുന്നു അല്ലേ? അവർക്ക് നല്ല ഉറക്കമുണ്ടായിരുന്നു. ഡിപ്രഷനൊക്കെ കുറവായിരുന്നു. ആന്റി ഡിപ്രഷൻ മെഡിസിൻസ് ഒന്നും ഇന്നത്തെ അവരൊന്നും കഴിച്ചിരുന്നില്ല. അതിരാവിലെ അവർ എഴുന്നേൽക്കുമായിരുന്നു. ആ ചിട്ട എഴുതിയിരിക്കുന്ന പലർക്കും മനസ്സിലാകും അല്ലേ? വെളുപ്പിനെ 5 മണിക്കൊക്കെ അപ്പച്ചനൊക്കെ തല്ലി എണ്ണീപ്പിക്കും. ഈ പ്രത്യേകിച്ച് നോമ്പ് കാലത്തെ രാത്രി പ്രഭാത നമസ്കാരമൊക്കെ ദീർഘമായ പ്രാർത്ഥനകളൊക്കെ കൃത്യമായി നടത്തിയിരുന്നു. വൈകിട്ട് പ്രാർത്ഥിച്ചില്ലെങ്കിൽ ഭക്ഷണം തരില്ലായിരുന്നു. ഇന്ന് പിള്ളേരോട് പ്രാർത്ഥിച്ചില്ലെങ്കിൽ കഴിക്കാൻ തരത്തില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ വളരെ സന്തോഷമെന്ന് പറയാം. അല്ലെങ്കിൽ തന്നെ അവർക്ക് ഭക്ഷണം വേണ്ട. ആ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷെ അവർക്ക് സമാധാനം ഉണ്ടായിരുന്നു. ഇന്നത്തെ ഒരു കാലഘട്ടത്തിന്റെ പ്രത്യേകത നമുക്ക് ഇതെല്ലാം ഉണ്ടെങ്കിലും ആരോട് ചോദിച്ചാലും ഇന്ന് സമാധാനമില്ല എന്ന് പറയുന്ന ഒരു ലോകത്തിലാണ് ജീവിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ ഒരു ചിന്ത ഒന്നെടുക്കാന്ന് ഓർത്തത്. കാരണം ഈസ്റ്ററിന്റെ സന്ദേശം എന്താ? ഈസ്റ്ററിന്റെ സന്ദേശം സമാധാനമാണ്. ഉയർത്തെഴുന്നേറ്റ കർത്താവ് തന്റെ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടപ്പോൾ അവരോട് അരുളി ചെയ്തത് നിങ്ങൾക്ക് സമാധാനമെന്നാണ്. പീസ് ബി വിത്ത് യു. ക്രിസ്മസിന്റെ സന്ദേശവും സമാധാനമാണ് അല്ലേ? അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ സർവർക്കും സമാധാനം. ക്രിസ്മസിന്റെ സന്ദേശം സമാധാനമാണ്. ഈസ്റ്ററിന്റെ സന്ദേശം സമാധാനമാണ്. വിശുദ്ധ കുർബാന സമാധാനമാണ്. എത്രയോ പ്രാവശ്യം പുരോഹിതൻ അപ്പവീഞ്ഞുകളിൽ നിന്ന് ആവാഹിച്ചുകൊണ്ട് ജനങ്ങളിലേക്ക് നിങ്ങൾക്ക് സമാധാനം. അപ്പോൾ നമ്മളൊക്കെ അച്ഛനെ ഫീൽ ചെയ്യേണ്ട എന്ന് പറഞ്ഞ് തിരിച്ച് അവിടുത്തെ ആത്മാവിന് ഇരുന്നോട്ടെന്ന് പറയും അല്ലേ? ഇതൊക്കെ പലപ്പോഴും വെറും അധര ജൽപ്പനങ്ങളായി മാറുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പലപ്പോഴും നമ്മൾ പറയാറുണ്ട് നമ്മുടെ സമൂഹം പോകുന്ന വഴിക്ക നമ്മുടെയൊക്കെ ഭവനങ്ങൾ പോകുന്നതെന്ന്. ഞാൻ പറയാം അങ്ങനെയല്ല. ഭവനങ്ങൾ പോകുന്ന വഴിക്കാണ് ലോകം പോകുന്നത്. എപ്പോഴും ആദ്യം നന്നാകേണ്ടത് ഭവനമാണ്. അതായത് ഭാര്യ ഭർത്തൃബന്ധം, മക്കളോടുള്ള ബന്ധം, മക്കൾക്ക് മാതാപിതാക്കന്മാരോട്, സഹോദരങ്ങളോട്, ഈ ഒരു ബന്ധമാണ് ഏറ്റവും കൂടുതൽ ശക്തമാകേണ്ടത്. ഓരോ കുഞ്ഞും ജനിക്കുന്നത് ഒരു കുടുംബത്തിലാണ്. ആ കുടുംബത്തിലാണ് വളരുന്നത്. സ്വഭാവ രൂപീകൃതമാകുന്നത് കുടുംബത്തിലാണ്. അപ്പം അതിൽ നിന്നൊക്കെ അവര് വളർന്ന് സമൂഹത്തിലേക്കാണ് ഇറങ്ങുന്നത്. അതുകൊണ്ട് ഏറ്റവും ശക്തമാകേണ്ടത് നമ്മുടെ കുടുംബാന്തരീക്ഷവും, പ്രത്യേകിച്ച് കുട്ടികൾ ആ കുടുംബത്തിന്റെ അന്തരീക്ഷത്തിൽ വളരുമ്പോൾ അവർക്ക് ലോകത്തിൽ ജീവിക്കുവാനുള്ളതായ എല്ലാ തരത്തിലുള്ളതായ ഒരു സാഹചര്യം, പ്രാപ്തിയിലേക്ക് അവരെ കൊണ്ടുവരികയാണ്. ഞാൻ ഇന്ന് എൻ്റെ പള്ളിയിൽ പേരൻസിന് വേണ്ടി ഒരു ക്ലാസ് എടുത്തു. ക്രൈസ്റ്റ് സെന്റേർഡ് പാരന്റിങ് ഇൻ ടുഡേസ് ചലഞ്ചിങ് വേൾഡ്. ഈ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും നമ്മൾ ആവശ്യമായത്, പ്രത്യേകിച്ച് ചെറുപ്പക്കാരായ ദമ്പതികൾ ഒരു കുടുംബജീവിതം ആരംഭിക്കുമ്പോൾ കുടുംബജീവിതത്തിന്റെ ഏറ്റവും വലിയ ഫലം എന്ന് പറയുന്നത് നാളെ ഈ കുടുംബത്തിൽ ദൈവം തരുന്നതായ നല്ല മക്കളെ കൊണ്ടാണ്, അവരുടെ ജീവിതത്തിന്റെ സന്തോഷമാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ കുടുംബങ്ങൾ നന്നാകുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. ഇന്ന് പലരും പറയാറുണ്ട്, ചിലരൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ അച്ഛന്മാരോടൊക്കെ പറയുന്നതാണല്ലോ, അച്ഛൻ നരകം കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ട് പലരും പറയാറുണ്ട്, എൻ്റെ വീട്ടിൽ വന്നാൽ മതി നരകം കാണാം. ഈ ഭൂമിയിലെ സ്വർഗമായി മാറേണ്ട ഭവനങ്ങൾ നരകമായി മാറുകയാണ്. അവിടെയൊക്കെയാണ് ഈ അസമാധാനം നമ്മുടെയൊക്കെ ഇടയിൽ കടന്നു വരുന്നത്. ഇത് പല കാരണങ്ങൾ കൊണ്ട് കുടുംബങ്ങൾ ശിഥിലമായിക്കൊണ്ടിരിക്കുക. ആത്മീയ മേഖല ഒരു കാരണമാണ്. അതായത് ഈ
ആത്മീയ മേഖലയിൽ ഇന്ന് വലിയ തകർച്ച സംഭവിക്കുന്നു. നമ്മൾ തിരിച്ചറിയണം. അതിന്റെ ഒരു കാരണം ഇന്ന് ആത്മീയത, ദൈവത്തെ നമ്മൾ കണ്ടെത്താൻ ശ്രമിക്കുന്നത് ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടി ദൈവത്തെ കണ്ടെത്താനുള്ള, അല്ലെങ്കിൽ ദൈവാനുഭവത്തിലേക്ക് ഒരു ആത്മീയ ജീവിതം ഞാൻ നയിക്കുവാൻ എനിക്ക് ഒരു ഭൗതിക നേട്ടമാണ് അതിന്റെ ഒരു മാൻഡേറ്റ് എന്ന് കാണുന്ന ആളുകളുടെ എണ്ണം കൂടുകയാണ്. ആത്മീയ മേഖല മറ്റൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ സജീവ വിശ്വാസത്തിന്റെ അഭാവം എന്ന് കൂടുകയാണ്. വിശ്വാസം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, എന്നാൽ ആഴമായ വിശ്വാസം ഇന്ന് കുറയുന്നു. 3, ദൈവത്തിലുള്ളതായ പ്രത്യാശയ്ക്ക് പകരം നിരാശ ഇന്ന് കൂടുകയാണ്. അത് ഏറ്റവും കൂടുതൽ നമ്മളത് കാണുന്നത് നമ്മുടെ ക്രിസ്ത്യാനികളുടെ ഇടയിലൊക്കെ ഇത് കാണുവാൻ ഇന്ന് കഴിയും. പിന്നെ കുടുംബ പ്രാർത്ഥനയുടെ അഭാവം, മൂല്യ തകർച്ച, ഇതൊക്കെ ആത്മീയ മേഖലകളെ തകർക്കുമ്പോൾ മാനസിക മേഖലയിൽ ഇന്ന് ഏറെ പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുക. അപകർഷതാബോധവും വൈകാരിക അപക്വതയും പിന്നെ യാഥാർത്ഥ്യം നിരക്കാത്ത പ്രതീക്ഷകളും നമ്മുടെ ബുദ്ധിക്കോ യുക്തിക്കോ നിരക്കാത്തതായ നമ്മുടെ ആവശ്യങ്ങൾ, വ്യക്തിത്വങ്ങളുടെ ചേർച്ചക്കുറവ്, അങ്ങനെ പല പ്രതിസന്ധികൾ നമ്മുടെ മാനസിക മേഖലയിൽ, അതുപോലെ തന്നെ സാമ്പത്തിക മേഖലയിൽ, അങ്ങനെ അനേകം പ്രശ്നങ്ങൾ നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുക. അപ്പോൾ ഇന്ന് ആധുനിക മനുഷ്യൻ നേരിടുന്ന പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ വളരെ സങ്കീർണമാണ്. ഇവിടെയാണ് നമ്മുടെ സഭയുടെ പ്രസക്തി നമ്മൾ തിരിച്ചറിയേണ്ടത്, ആത്മീയ ജീവിതത്തിന്റെ പ്രസക്തി നമ്മൾ തിരിച്ചറിയേണ്ടത്, പ്രാർത്ഥനയുടെ ആവശ്യം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ആരാധനയുടെ മഹത്വം നമ്മൾ തിരിച്ചറിയേണ്ടത് ഈ ഒരു പ്രതിസന്ധിയുടെ ഇന്നത്തെ ഈ ഒരു ചലഞ്ചിങ് സിറ്റുവേഷനിലാണ്. ഇവിടെ ഡിട്രീഷ് ബോൺഹോഫർ എന്ന് പറയുന്നതായ ഒരു വേദശാസ്ത്രജ്ഞൻ പറയുന്ന ഒരു വാക്കുണ്ട്, തങ്ങളെ ശ്രവിക്കുവാനുള്ള കാതുകളെ തേടി ഉഴറുന്നവർ അനേകരാണ്, പക്ഷെ അവർ ക്രിസ്ത്യാനികളുടെ ഇടയിൽ കാണുന്നില്ല. കാരണം ശ്രവിക്കേണ്ട സമയത്ത് അവർ തമാശ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. തന്റെ സഹോദരനെയോ സഹോദരിയോ ശ്രവിക്കുവാൻ സമയമില്ലാത്തവർക്ക് ദൈവത്തെ ശ്രവിക്കുവാൻ കഴിയുകയില്ല. അപ്പൊ ഈ വേദശാസ്ത്രജ്ഞന്റെ തിയോളജിയുടെ വാക്ക് വലിയൊരു സത്യത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. അതായത് ഇന്ന് ആധുനിക മനുഷ്യൻ നേരിടുന്ന പ്രശ്നങ്ങൾ ആണ് ഇന്ന് ഇതിന് ഈ ഒരു കാര്യം നമ്മളെ ബോധ്യപ്പെടുത്തി തരുന്നത്. പലവിധമായ പ്രശ്നങ്ങളാണ്. ഇന്ന് ഒരു കൊച്ചുകുട്ടി സ്കൂളിൽ, ഒരു കുഞ്ഞ് ജനിക്കുന്നതിന് മുമ്പ് തന്നെ ഈ കുഞ്ഞിന് ഏത് സ്കൂളിൽ പഠിപ്പിക്കണമെന്നുള്ളതാണ് പേരൻസിന്റെ ടെൻഷൻ. സ്കൂൾ തുടങ്ങുമ്പോൾ തന്നെ പ്രൈമറി സെക്ഷനിൽ തന്നെ അല്ലെങ്കിൽ കിൻഡർ ഗാർഡനിൽ തന്നെ കുഞ്ഞുങ്ങൾക്ക് അവരുടെ പ്രായത്തിനപ്പുറമായി അടിച്ചേൽപ്പിക്കുന്നതായ പ്രഷർ, സിലബസിന്റെ പ്രഷർ ഇന്ന് കുട്ടികളെ ഏറെ അവരുടെ ജീവിതത്തെ പ്രശ്നമാക്കിക്കൊണ്ടിരിക്കുക. ഒരു ഹൈസ്കൂളിലേക്ക് വരുമ്പോഴത്തേക്കും നമ്മൾ അനാവശ്യ പ്രഷർ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുകയാണ്. ഒരു കുട്ടി 10th വന്നെന്ന് കേട്ട് കഴിഞ്ഞാൽ പിന്നെ ആ കുഞ്ഞിന് മാത്രമല്ല കുട്ടിയുടെ പേരൻസിനും ഇല്ലാത്ത ആകുലതകൾ ഇന്ന് കൂടുകയാണ്. അപ്പം നമ്മൾ ഉദാഹരണങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഇന്ന് എല്ലാ മേഖലയിലും, അത് പ്രൊഫഷണൽ കോഴ്സിന് പോകുന്ന കുട്ടികളാണെങ്കിലും അത് കഴിഞ്ഞ് ജോലി മേഖലയിലാണെങ്കിലും, പ്രത്യേകിച്ച് ഇന്ത്യയിൽ ഇന്ന് പല വർക്ക് സ്പേസും അമിതമായ വർക്ക് ലോഡ് കൊടുത്ത് ഇന്ന് അവരുടെ തൊഴിലാളികൾക്ക് പ്രഷർ കൂട്ടുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളായിരിക്കുന്നത്. അപ്പം പല രീതിയിലുള്ളതായ ടെൻഷൻസ്, ഫ്രസ്ട്രേഷൻസ്, ആങ്സൈറ്റി ഇന്ന് നമ്മുടെ പൊതു സമൂഹത്തിൽ കൂടുന്നു. അവിടെയാണ് ഈ സമാധാനം, അത് എന്താണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്, സമാധാനം എന്താണ്, അത് നമുക്ക് എങ്ങനെ കൈവരിക്കാം എന്നുള്ളതാണ് ഞാൻ ഇന്ന് അല്പസമയം ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത്. അപ്പം നമ്മുടെ ഈ ഈസ്റ്റർ കഴിയുമ്പോൾ നമ്മൾ കേൾക്കുന്നതായ ഒരു സുവിശേഷ ഭാഗം തന്നെയാണ് യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം 19 മുതലുള്ള വേദഭാഗം. അവിടെ 2 വാക്യം മാത്രം നമ്മൾ ഇന്ന് ചിന്തിക്കുന്നുള്ളൂ. അതിന്റെ ബേസിൽ നമുക്ക് മറ്റ് 2-3 ഭാഗങ്ങളിലൂടെ മാത്രം ചിന്തിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അവിടെ ഇങ്ങനെയാണ് പറയുന്നത്: ആഴ്ചവട്ടത്തിന്റെ 1-ാം നാൾ ആയ ദിവസം നേരം വൈകിയപ്പോൾ ശിഷ്യന്മാർ ഇരുന്ന സ്ഥലത്ത് യഹൂദന്മാരെ പേടിച്ച് വാതിൽ അടച്ചിരിക്കെ യേശു വന്ന് നടുവിൽ നിന്നുകൊണ്ട് പറയുന്നു, നിങ്ങൾക്ക് സമാധാനം. അപ്പം നമുക്കതിൻ്റെ കോണ്ടെക്സ്റ്റ് നന്നായിട്ട് അറിയാം. അതായത് കർത്താവ്
തന്റെ ക്രൂശ് മരണത്തിന് ശേഷം ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെടുന്ന ഒരു സംഭവമാണ്. അവിടെ ശിഷ്യന്മാർ എവിടെയായിരുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആ ദിവസം എന്ന് പറയുന്നത് ആഴ്ചവട്ടം എന്നാണ് പറയുന്നത്. അപ്പം ശബത്ത് ഡേ ആണ്, ഒന്നാം ഒരു ഞായറാഴ്ച ദിവസമാണ്. അവരൊരു ഗുഹയിൽ ഒളിച്ചു പാർത്തിരിക്കുക എന്ന് പറയുന്നുണ്ട്. യഹൂദന്മാരെ പേടിച്ചെന്നാണ് പറയുന്നത്. യഹൂദന്മാരെ പേടിച്ച് അവര് ഏതോ ഒരു ഒളിച്ചു പാർത്തിരിക്കുകയാണ്. അവിടെ കർത്താവ് അവരുടെ നടുവിൽ ഒന്ന് പ്രത്യക്ഷപ്പെടുകയാണ്. പ്രത്യക്ഷപ്പെട്ടിട്ട് അവരോട് പറയുന്നു, നിങ്ങൾക്ക് സമാധാനം. വേറൊന്നും പറഞ്ഞില്ല, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു വാക്കാണ്, പീസ് ബി വിത്ത് യു. അപ്പൊ നമ്മളതിന്റെ ഒരു കോണ്ടെക്സ്റ്റ് നോക്കിയാൽ ക്രൂശിന്റെ ചോട്ടിൽ ഓടിപ്പോയവരാ ശിഷ്യന്മാർ, പേടിച്ച് ഭയപ്പെട്ട് ഓടിയവര്. പത്രോസ് ഏത് ചോദ്യത്തിനും മറുപടി പറയുന്നവനാണ് പത്രോസ്. വിശ്വാസം പലതവണ ഏറ്റുപറഞ്ഞവനാണ്, പ്രഖ്യാപിച്ചവനാണ്. നീ എവിടെ പോയാലും നിന്റെ ഒപ്പം ഞാൻ ഉണ്ടാവുമെന്ന് ഉറപ്പ് കൊടുത്തവനാണ്. എന്നാൽ ക്രൂശിന്റെ ചുവട്ടിൽ അവനില്ലായിരുന്നു, ഓടിപ്പോയി ഭയപ്പെട്ട്. അപ്പം യേശു ക്രൂശിക്കപ്പെട്ട ഒരു വളരെ പ്രതീക്ഷയോടെ റോമ സാമ്രാജ്യത്തെയൊക്കെയും തകർത്ത് ഇസ്രായേലിന്റെ രാജാവ്, കിരീടവും ചെങ്കോലും വെച്ച ഒരു രാജാവിനെയാണ് അവരെ യേശുവിൽ പ്രതീക്ഷിച്ചത്. എന്നാൽ ഇതെല്ലാം പ്രതീക്ഷ അവർക്ക് നഷ്ടപ്പെട്ടു പോവുകയാണ്. അവരിപ്പോൾ അനാഥരായി എന്നുള്ള ഒരു ചിന്തയാണ്. നമുക്ക് എമ്മൂസിലേക്ക് പോകുന്ന ശിഷ്യന്മാരുടെ ജീവിതം അറിയാം. അതേപോലെ തന്നെ പത്രോസ് മീൻ പിടിക്കാൻ പോകുന്ന സംഭവങ്ങളൊക്കെ അറിയാം. അപ്പോൾ സകല പ്രതീക്ഷ അവർക്ക് നഷ്ടപ്പെട്ടു. പ്രതീക്ഷ നഷ്ടപ്പെട്ടു മാത്രമല്ല, അവരെ ഭയം വളരെ അവരെ പിടികൂടി. കാരണം അവർ യഹൂദന്മാരെ പേടിച്ചിരിക്കുകയാണ്. യഹൂദന്മാർക്കറിയാം യേശുവിന്റെ മരണത്തോടുകൂടി ഈ വിശ്വാസമോ പ്രത്യയശാസ്ത്രമോ അവസാനിക്കത്തില്ല. കാരണം അവന്റെ ശിഷ്യന്മാരുണ്ട്. അവർ ലോകത്തിൽ ഈ സുവിശേഷവുമായിട്ട് ഇറങ്ങും, ഈ പ്രത്യയശാസ്ത്രവുമായിട്ട് ഇറങ്ങും. അനേകർ അവനെ പിന്തുടരുന്നുണ്ടായിരുന്നു. ഈ മൂവ്മെന്റ് ഇത് ശക്തമാകുമെന്ന് ഇവർക്ക് ഭയപ്പെടുന്നുണ്ട്. അപ്പോൾ യേശുവിന്റെ മരണത്തോടുകൂടി ഇതൊന്നും അവസാനിക്കത്തില്ലെന്ന് അവർക്കറിയാം. അതുകൊണ്ട് ഇവന്റെ ശിഷ്യന്മാരെ കൂടെ കൊല്ലണം. ആ മരണഭയത്താൽ അവർ ഗുഹയിൽ ഒളിച്ചു പാർത്തിരിക്കുക. അപ്പൊ നമുക്ക് ഇത് ഈ കാര്യം ഇപ്പൊ പെട്ടെന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാകും. അതായത് ശിഷ്യന്മാർ വേണമെങ്കിൽ ക്വാറന്റൈനിലായിരുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. നമുക്ക് ഈ വാക്കൊക്കെ കോവിഡ് സമയത്ത് വളരെ സുപരിചിതമായ കാര്യമാണ്, നമ്മൾ ക്വാറന്റൈനിലാകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പൊ നമ്മൾ ആ സമയങ്ങളിലൊക്കെ കൊറോണ അല്ലെങ്കിൽ COVID-19 എന്ന വൈറസിനെ പേടിച്ച് നമ്മളെ വീട്ടിലൊക്കെ ഇരിക്കുക. ആ സമയത്ത് ഗേറ്റ് പോലും തുറക്കാത്ത ആളുകളൊക്കെ ആയിരുന്നു. ഗേറ്റ് തുറന്ന ഗേറ്റിൽ കൂടെ ഒക്കെയാണ് ഒരു മ്യൂട്ട് ചെയ്ത് നന്നായിരിക്കുമെന്ന് സൗണ്ട് വരുന്നു. ഓക്കെ, താങ്ക് യു. അപ്പൊ ഗേറ്റ് പോലും തുറക്കാൻ പേടിച്ചൊരു സമയമുണ്ട്. ഗേറ്റിൽ കൂടെ കോവിഡ് അകത്തോട്ട് വരാം, ഗേറ്റ് തുറന്നാൽ തന്നെ കോവിഡ് കയറി വരാം എന്ന് ഭയപ്പെട്ടൊരു കാലമുണ്ട്. അപ്പൊ നമുക്കറിയാം ആ സമയത്ത് എല്ലാ ദിവസവും മുഖ്യമന്ത്രി വൈകുന്നേരമാകുമ്പോൾ ഒരു മണിക്കൂർ പത്രസമ്മേളനം നടത്തിയിരുന്നു എല്ലാ ദിവസവും. മലയാളി മുഴുവനും വന്ന് ചാനലിന്റെ ടിവിയുടെ മുമ്പിലിരിക്കും. ഇന്നത്തെ അപ്ഡേഷൻ കിട്ടാനായിട്ട്. കാരണം ഇന്ന് എത്ര കേസ് റിപ്പോർട്ട് ചെയ്തു, എത്ര പേര് സൗഖ്യം പ്രാപിച്ചു, ഓരോ ഡിസ്ട്രിക്ട് വൈസ്. അപ്പൊ ഒരു ദിവസം മുഖ്യമന്ത്രി വന്ന് പറയുക, നിങ്ങൾ ഇനി പേടിക്കണ്ട എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം? നമ്മൾ മനസ്സിലാക്കാം. ഒന്ന്, ഈ വൈറസ് ഇല്ലാതായി, അല്ലെങ്കിൽ ഈ വൈറസിനെ നശിപ്പിക്കുന്ന ഒരു സ്ട്രോങ് വാക്സിൻ കണ്ടെത്തി നാളെ രാവിലെ തന്നെ നിങ്ങളുടെ വീട്ടിലെത്തുക സാധനം. ഇതില്ലാതെ നിങ്ങൾ പേടിക്കണ്ട എന്ന് പറയുന്നതിൽ നിന്ന് പേടി മാറുവാറുണ്ടെങ്കിലും. ഇപ്പൊ നമ്മളൊന്ന് ചിന്തിക്കണം. കർത്താവ് ഈ ശിഷ്യന്മാരുടെ അടുക്കൽ വന്ന് പറയുകയാണ്, നിങ്ങൾക്ക് സമാധാനം. ഈ ഗുഹയ്ക്ക് പുറത്തിറങ്ങിയാൽ ഇവരെ കൈ കിട്ടിയാൽ ഇവരെ കൊല്ലാനുള്ള ഒരു സമൂഹം അവിടെ ഉണ്ട്. അതായത് യഹൂദന്മാരുണ്ട്, റോമർ പടയാളികളുണ്ട്. യഹൂദന്മാരാണ് ഇതിൻ്റെ എല്ലാം മുമ്പിൽ നിൽക്കുന്നവർ.
അപ്പോൾ കർത്താവ് വന്നിട്ട് പറയണമായിരുന്നു, നിങ്ങൾക്ക് സമാധാനം, നിങ്ങൾ ഇനി പേടിക്കണ്ട. ഒന്നുകിൽ യഹൂദന്മാരെ എതിരിടുവാൻ കഴിയുന്ന അവരുടെക്കാട്ടും ശക്തമായ ആയുധ ക്രമീകരണം കർത്താവ് കൊണ്ട് കൊടുക്കണം അവർക്ക്. ഞാൻ ഇന്ന സാധനങ്ങൾ AK-47 കുറെ തോക്കുമൊക്കെ കൊണ്ട് കൊടുത്തിട്ട് ശിഷ്യന്മാരോട് നിങ്ങൾക്ക് ഭയപ്പെടേണ്ട, നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞിരുന്നെങ്കിൽ നമുക്ക് കേട്ടാൽ മനസ്സിലാവും. ഇതൊന്നും കൊടുത്തില്ല. അല്ലെങ്കിൽ കർത്താവ് ഈ യഹൂദന്മാരെ മുഴുവനും നിങ്ങൾ പേടിക്കേണ്ട, പുറത്തേക്ക് ഇറങ്ങിയാൽ നിങ്ങളെ ഉപദ്രവിക്കാൻ ആരും തന്നെ ഇല്ല, ഉപദ്രവിക്കാനുള്ളവരെയൊക്കെ ഞാൻ നശിപ്പിച്ചു കളഞ്ഞു എന്ന് പറയാം. ഇതൊന്നും ചെയ്തില്ല. പക്ഷെ കർത്താവ് ഒന്ന് പറയുകയാണ്, നിങ്ങൾക്ക് സമാധാനം. ഇതാ നമ്മൾ തിരിച്ചറിയേണ്ടത്. എന്താണ് ഈ സമാധാനം? അപ്പോൾ കോണ്ടെക്സ്റ്റ് നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം. ഭയചകിതരായി പുറത്തേക്ക് ഇറങ്ങിയാൽ മരണം തന്നെ മുൻപിൽ ഉണ്ട്. അതിന് യാതൊരു മാറ്റവുമില്ല. സിറ്റുവേഷന് യാതൊരു മാറ്റവുമില്ല. അത് കുറച്ചുകൂടെ കഠിനമായെങ്കിൽ മാത്രമേ ഉള്ളൂ. ഇങ്ങനെയുള്ളതായ ഒരു സാഹചര്യത്തിലാണ് കർത്താവ് തൻ്റെ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടിട്ട് പറയുകയാണ്, നിങ്ങൾക്ക് സമാധാനം. അപ്പൊ ചുമ്മാ അത് പറഞ്ഞതല്ല, കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ചിരുന്നു എന്താണ് ഈ സമാധാനം. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 27-ാം വാക്യം നമ്മളൊന്ന് വായിക്കുകയാണെങ്കിൽ അവിടെ പറയുന്നുണ്ട്, കാരണം ഉയർത്തെഴുന്നേറ്റ കർത്താവ് തൻ്റെ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടിട്ട് അവരോട് പറയുകയാണ്, നിങ്ങൾക്ക് സമാധാനം. എന്നാൽ ഈ സമാധാനം എന്തെന്ന് കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ തൻ്റെ പരസ്യ ശുശ്രൂഷ കാലത്ത് പഠിപ്പിച്ച് ബലപ്പെടുത്തിയിരുന്നു. അതിലൊന്ന് നമുക്ക് കാണുവാൻ കഴിയും. യോഹന്നാൻ 14:27. അവിടെ ഇങ്ങനെയാണ് പറയുന്നത്, സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. ലോകം തരുന്നത് പോലെയല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത്. നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്, ഭ്രമിക്കുകയും വരുത്. മതി. നിങ്ങളുടെ ഹൃദയം കലങ്ങുകയും വരുത്, ഭ്രമിക്കുകയും വരുത്. എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു. അവിടെ കൃത്യമായിട്ട് കർത്താവ് പറയാണ്, പീസ് ഐ ലിവ് വിത്ത് യു. അതായത് വീണ്ടും അതിനെ ആ പീസ് എന്താന്ന് പറയാണ്, മൈ പീസ് ഐ ഗിവ് യു. എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. ഐ ഡു നോട്ട് ഗിവ് ടു യു ആസ് ദ വേൾഡ് ഗിവ്സ്. അതായത് എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു, അത് ലോകം തരുന്നത് പോലെ അല്ല. ഇപ്പൊ രണ്ട് സമാധാനം ഇവിടെ ഉണ്ട്. ഒന്ന്, മൈ പീസ് ഐ ഗിവ് ടു യു. രണ്ട്, ഐ ഡു നോട്ട് ഗിവ് ടു യു ആസ് ദ വേൾഡ് ഗിവ്സ്. ലോകം തരുന്ന സമാധാനമല്ല, എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക്. അപ്പൊ രണ്ട് സമാധാനം. ഒന്ന് ദൈവത്തിന്റെ സമാധാനം, രണ്ട് ലോകം തരുന്ന സമാധാനം. നമുക്ക് ആദ്യം ഈ ലോകം തരുന്ന സമാധാനം എന്താണെന്ന് നോക്കാം. എന്താ ലോകം തരുന്ന സമാധാനം? ലോകം തരുന്ന സമാധാനം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു ഉദാഹരണം പറഞ്ഞാൽ, പിന്നെയും ജയാൻറ്റി, എനിക്ക് ഇതിൻ്റെ അകത്ത് ക്യാമറയിൽ കാണുന്നതുകൊണ്ട് മാത്രമല്ല പരിചയമുള്ള ആയതുകൊണ്ടാണ് ഞാൻ ജയാൻറ്റിയെ തന്നെ വിളിക്കുന്നത്. ജയാൻറ്റി, ഇപ്പൊ ഒരു ഇപ്പൊ ആന്റി പോയോ? ഇല്ലല്ലോ, ഉണ്ട്. ഓക്കെ. ഇപ്പൊ ഒരു പാർട്ടി വെയർ സാരി എത്ര ദിവസം സന്തോഷം തരും? അത് നമ്മള് ഉടുക്കുന്നതും ആദ്യം എല്ലാരും കാണുന്നിടം വരെ. ആദ്യം എല്ലാരും കാണുന്നിടം വരെ എന്ന് പറഞ്ഞാൽ ഒന്നെടുത്ത് കഴിയുമ്പോ എല്ലാവരും കാണും. പണ്ടായിരുന്നു നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാമായിരുന്നു, സ്കാൻ ചെയ്ത് വെക്കുമായിരുന്നു ഈ ഏത് സ്ഥലത്താ പോയത്, അവിടെ ആരൊക്കെ ഉണ്ടെന്നുള്ളത്. അവരില്ലാത്ത സ്ഥലത്ത് കൊടുക്കുക. ഇപ്പൊ അതും പറ്റത്തില്ല. ഇനി സോഷ്യൽ മീഡിയ ഇത് ഇത്രയും അഡ്വാൻസ്ഡ് ആയി. അല്ലെങ്കിൽ നിങ്ങൾ അത് DP ആക്കും, അല്ലെങ്കിൽ അത് ഒരു ഫോട്ടോ എടുത്ത് സോഷ്യൽ മീഡിയയുടെ നാട് മുഴുവൻ കാണും. ഈ അടുത്ത കാലത്ത് സോഷ്യൽ മീഡിയയിൽ വന്ന ഒരു 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 മെസ്സേജ് ഇതിങ്ങനെയാണ്, ഇന്നത്തെ സ്ത്രീകൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താ? രണ്ട് ടെൻഷനാണ് ഉള്ളത്. ഒന്ന്, എവിടെയെങ്കിലും പോകണമെങ്കിൽ ഉടുക്കാനൊന്നുമില്ല. രണ്ട്, മേടിച്ചതൊന്നും വെക്കാൻ സ്ഥലവും ഇല്ല. അല്ലേ? എല്ലാവരും നേരിടുന്ന പ്രശ്നമാണ്. അപ്പോൾ ഇന്ന് ഇല്ലായ്മയല്ല, നമ്മൾ ഇഷ്ടപ്പെട്ട് ആഗ്രഹിച്ച് വില കൂടി വാങ്ങുന്ന ഒരു 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 പാർട്ടി വെയർ സാരി, അതൊരു ഫങ്ഷൻ കഴിയുമ്പോൾ അതിനുള്ള ഇഷ്ടം പോവുകയാണ്. ഒരു 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 വീട്
നമ്മൾ വെക്കുന്ന വീട് നമുക്ക് വളരെ കുറച്ച് മാസങ്ങളോ കാലങ്ങളോ മാത്രമേ ആ പുതുമയുടെ സന്തോഷം നമുക്ക് തരികയുള്ളൂ. പിന്നീട് അതിനേക്കാൾ നല്ലൊരു വീട് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നമ്മുടെ വീട് മോശമെന്നുള്ള ചിന്തയാ, അല്ലെങ്കിൽ ആ വീട് പണിതപ്പോൾ ഉള്ള സന്തോഷം നമുക്കില്ല. ഇപ്പൊ ഇവിടെ വർക്ക് ചെയ്യുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു സാലറി ഹൈക്ക് കിട്ടിക്കഴിയുമ്പോൾ അത് കേൾക്കുമ്പോൾ ഉള്ള സന്തോഷം ഒന്നാമത്തെ സാലറി വാങ്ങുമ്പോൾ ഉണ്ടാകില്ല. ഒന്നാമത്തെ സാലറി വാങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഇതെന്നിനി കൂട്ടുമെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുക. കാരണം ആ സാലറി ഹൈക്ക് നമുക്ക് കിട്ടുന്ന സന്തോഷം വെറും താൽക്കാലികം. അതേത് മേഖല, നമ്മുടെ കുട്ടികളുടെ എടുത്താലും ഇപ്പം ഒരു കുട്ടി 10th വരുമ്പോൾ ഞാൻ ഇപ്പൊ പറഞ്ഞ ടെൻഷനാണ്. എക്സാം കഴിയുമ്പോൾ സമാധാനമായി. എത്ര ദിവസം കൊണ്ട് സമാധാനം? ദിവസങ്ങൾ മാത്രം, ദിവസങ്ങൾ പോലും ഇല്ല. ഒരു ദിവസം ആദ്യത്തെ ദിവസം സ്വസ്ഥമായിട്ട് ഉറങ്ങും. പിന്നെ ടെൻഷനാണ്. എന്താ ഇതിന്റെ റിസൾട്ട് കാത്തിരിക്കുക. റിസൾട്ട് വന്നു കഴിയുമ്പോൾ നല്ല മാർക്ക് കിട്ടി, സമാധാനം. അത് അന്ന് തന്നെ അതിന്റെ സന്തോഷം പോകും. കാരണം +1 എവിടെയെങ്കിലും നല്ല സ്കൂൾ അഡ്മിഷൻ കിട്ടണം. പിന്നെ അതിന്റെ പുറകെ +1 കയറി കഴിയുമ്പോൾ നിങ്ങൾ അമ്മമാർ എന്നാ പറയും, മോനെ മോളെ +2 ആണ് ടേണിംഗ് പോയിന്റ്. ഇപ്പൊ പിള്ളേർ ഈ ടേണിംഗ് പോയിന്റ് കഴിഞ്ഞില്ലേ? പണ്ട് പറയും 10ാം ക്ലാസ്, ഇപ്പൊ പറയും +2 ആണ്. എന്നാൽ ഇത് കഴിയുന്ന അവർ ചോദിക്കും. ഇപ്പൊ +2 കഴിയുമ്പോൾ പരീക്ഷ വരുമ്പോൾ വീണ്ടും ഇതേ ടെൻഷൻ. അത് കഴിയുമ്പോൾ സമാധാനം. അതിന്റെ റിസൾട്ട് കാത്തിരിക്കുമ്പോൾ ടെൻഷൻ. റിസൾട്ട് വരുമ്പോൾ സമാധാനം. പിന്നെ അടുത്തൊരു കോഴ്സിന് വേണ്ടി ഇങ്ങനെ മാറി മറിഞ്ഞും പോവുകയാണ്. അപ്പൊ നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമുക്ക് ഈ ലോകം തരുന്ന സമാധാനം എന്ന് പറയുന്നത് താൽക്കാലികമാണ്. ഇതൊക്കെ ഈ ചില വസ്തുക്കൾ, ഇപ്പൊ ഒരു രോഗത്തിന് പെട്ടെന്ന് അല്ലെങ്കിൽ ഒരു സൗഖ്യം കിട്ടി, അല്ലെങ്കിൽ നമുക്ക് നമ്മൾ ആഗ്രഹിച്ച പോലെ ജോലി കിട്ടി, അല്ലെങ്കിൽ നമുക്ക് ഒരു നല്ല കാര്യം വാങ്ങുവാൻ പറ്റി. അപ്പൊ നമുക്ക് ലോകപ്രകാരം കിട്ടുന്ന ചില സന്തോഷങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത് താൽക്കാലികമാണ്. അത് തരുന്ന സന്തോഷം താൽക്കാലികമാണ്. പിന്നെ അത് മനസ്സിലാക്കേണ്ടതെന്ന് പറയുന്നത്, ഈ വസ്തുക്കളോ അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നമ്മൾ നേടിയെടുക്കുമ്പോൾ അത് തരുന്ന സന്തോഷം അല്ലെങ്കിൽ സമാധാനം എന്ന് പറയുന്നത് വളരെ നൈമിഷികമായ ഒരു കാര്യമാണ്. അതാ കർത്താവ് പറയുന്നത്, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു, അത് ലോകം തരുന്നത് പോലെയല്ല. അപ്പൊ 2 സമാധാനം ഞാൻ പറഞ്ഞു. 1 ദൈവം തരുന്ന സമാധാനം, 2 ലോകം തരുന്ന സമാധാനം എന്നുള്ളതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. അപ്പോൾ ഈ സമാധാനത്തെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ, ദൈവത്തിന്റെ സമാധാനം എന്ന് പറയുന്നത് ഉയർത്തെഴുന്നേറ്റ കർത്താവ് തന്റെ ശിഷ്യന്മാർക്ക് കൊടുക്കുന്നതാണ്. ഈ സമാധാനത്തെ കുറിച്ച് വചനം അനേകം കാര്യങ്ങൾ പറയുന്നുണ്ട്. റോമർക്ക് എഴുതിയ ലേഖനം 15-ാം അധ്യായം 33-ാം വാക്യത്തിൽ, 2 കൊരിന്ത്യർ 13:11, 1 തെസ്സലോനിക്കർ 5:23 ഇവിടെയൊക്കെ പറയുന്നു, ക്രിസ്തു നൽകുന്ന സമാധാനം ദൈവികമാണ്. ക്രിസ്തു നൽകുന്ന സമാധാനം അത് ദൈവികമാണ്. റോമർ 15:33, 2 കൊരിന്ത്യർ 13:11, 1 തെസ്സലോനിക്കർ 5:23. വീണ്ടും 2 തെസ്സലോനിക്കർ 3:16 പറയുന്നുണ്ട്, സമാധാനത്തിന്റെ നാഥൻ കർത്താവാണ്. ഇപ്പൊ നമ്മൾ കേട്ട ഭാഗത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, കർത്താവാണ് സമാധാനം നൽകുന്നത്. കന്യകമറിയാമിന്റെ ജീവിതത്തിൽ നമ്മൾ നോക്കുമ്പോൾ ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ കാണുന്നത്, കർത്താവാണ് സമാധാന മാർഗത്തിൽ നടത്തുന്നത്. കാരണം കൃപ നിറഞ്ഞവളെ നിനക്ക് സമാധാനം. അവളുടെ ജീവിതം മുഴുവനും ആ സമാധാനത്തിൽ അവൾ ജീവിച്ചവളാണ്. ജീവിതത്തിൽ പ്രതിസന്ധികൾ ഉണ്ടായിരുന്നു. ജീവിതത്തിൽ ലോകപ്രകാരം ചിന്തിച്ചാൽ കരയാൻ മാത്രം വിധിക്കപ്പെട്ട ഒരു കഥാപാത്രം. ആ പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ ദൂതൻ കൊടുക്കുന്ന അരുളപ്പാടെന്ന് പറഞ്ഞത്, കൃപ നിറഞ്ഞവളെ നിനക്ക് സമാധാനമെന്നാണ്. അപ്പോൾ അവളുടെ ജീവിതം മുഴുവനും സമാധാന മാർഗത്തിൽ നടന്നവളാണ് പരിശുദ്ധ കന്യകമറിയാം. അപ്പൊ അതുകൊണ്ട് സമാധാനത്തിന്റെ ഉറവിടം ക്രിസ്തുവാണ്. സമാധാനം നൽകുന്നത് ദൈവമാണ്. ആ സമാധാനം എന്ന് പറയുന്നത്, ക്രിസ്തു നൽകുന്ന സമാധാനം ദൈവികമാണ്. അപ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഈ ദൈവം തരുന്ന ആ സമാധാനത്തിൽ വളരുവാൻ നമുക്ക് ഇടയായിത്തീരണം. അതാണ് നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ഉത്തരവാദിത്വം എന്ന് പറയുന്നത്. അപ്പം എന്നാൽ ലോകം തരുന്ന സമാധാനം അത് താൽക്കാലികമാണ്. അത് പലപ്പോഴും മനുഷ്യൻ അതിൻ്റെ പിന്നാലെ ഓടി നമ്മളുടെ ജീവിതത്തിന്റെ സന്തോഷവും സമാധാനവും നമ്മൾ നശിപ്പിക്കുകയാണ്. നമ്മുടെ പൂർവികർ
ഞാൻ ആദ്യം ആമുഖമായി ചോദിച്ചപ്പോൾ അവർക്ക് സമാധാനം ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് അവരുടെ സമൃദ്ധിയിലല്ലായിരുന്നു. നമ്മൾ ഇന്ന് കാണുന്ന ഒരു സമൃദ്ധിയിലുമല്ല. അവരുള്ളത് കൊണ്ട് അവർ തൃപ്തരായിരുന്നു. ആ കാലഘട്ടങ്ങളിൽ കൃഷി നശിച്ചത് കൊണ്ട് ആരും ആത്മഹത്യ ചെയ്തതായിട്ട് നമുക്കറിയില്ല. അല്ലെങ്കിൽ നിസ്സാര കാര്യങ്ങൾക്ക് ജീവിതം അവസാനിപ്പിച്ച ചരിത്രങ്ങളൊക്കെ വളരെ കുറവായിരുന്നു. അന്ന് പരസ്പരം സഹകരിക്കുമായിരുന്നു, സഹായിക്കുമായിരുന്നു, കൂട്ടായ്മയുണ്ടായിരുന്നു, സ്നേഹമുണ്ടായിരുന്നു. ഒരു പ്രതിസന്ധി വന്നാൽ ദൈവത്തിൽ അത് സമർപ്പിച്ചിരുന്നു. നമ്മുടെയൊക്കെ വല്യപ്പച്ചന്മാരൊക്കെ അവര് കൃഷിയിടങ്ങളിൽ പോലും ഇരുന്ന യാമപ്രാർത്ഥനകൾ തികച്ചവരാണ്. ആ സമയത്ത് കൃത്യമായിട്ട് അവരുടെ ആഴമായ വിശ്വാസത്തിന്റെ അടയാളമായിരുന്നു അവർ പ്രാർത്ഥിച്ചാണ് കൃഷി ഇറക്കിയിരുന്നത്. അതുകൊണ്ടല്ലേ നമ്മുടെ പ്രാർത്ഥനകളെല്ലാം ഈ കാർഷിക വൃത്തിയുമായിട്ട് ബന്ധപ്പെട്ടാണ് പ്രാർത്ഥനയുടെ സമയവും പ്രാർത്ഥനകളും എല്ലാം. കാരണം മനുഷ്യൻ ബേസിക്കലി എന്ന് പറയുന്നത് മനുഷ്യൻ ഒരു കർഷകന് ഈ ഭൂമിയിൽ വേല ചെയ്ത് ഇവിടെ ജീവിപ്പാനാണ് ദൈവം നമ്മെ ആക്കിയിരിക്കുന്നത്. അപ്പം ഈ ഒരു പശ്ചാത്തലത്തിൽ നമ്മുടെ പ്രാർത്ഥനകളൊക്കെ വന്നിരിക്കുന്നത്. അപ്പോൾ അവര് വിശ്വാസത്തോടെയാണ് അവരക്കാലത്തൊക്കെ കൃഷി ചെയ്തത്. അതാണ് അവരുടെ വിശ്വാസത്തിന്റെ ആഴം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് കൃഷി ഭൂമിയിൽ നിന്ന് ലഭിക്കുന്ന ആദ്യ വിളവ്, അതിലേറ്റവും നല്ല വിളവ്, ഇപ്പം നെല്ലൊക്കെ കൊയ്യുമ്പോൾ ഏറ്റവും മെച്ചമായ ഒരു കെട്ട് നെല്ല് കതിര്, അത് കതിര് കെട്ടി അത് വളരെ പൊലിപ്പിച്ച് അത് ദേവാലയത്തിൽ കൊണ്ട് സമർപ്പിക്കുക എന്നുള്ളതായിരുന്നു. കാരണം അവരുടെ വിശ്വാസം അതായിരുന്നു. ആഴമായ ഒരു വിശ്വാസത്തിലാണ് അവരത് പ്രവർത്തിച്ചിരുന്നത്. കാരണം ദൈവം കനിഞ്ഞാൽ മാത്രമേ ഈ കൃഷി നന്നാകുള്ളൂ എന്ന് അവർക്കറിയാം. കാരണം ദൈവമാണ് സമയാസമയങ്ങളിൽ മഞ്ഞ് പെയ്യ്ക്കുന്നതും മഴ പെയ്യ്ക്കുന്നതും വെയില് നൽകുന്നതും. അതായത് ഒരു കൃഷി ഒരു സീസണിൽ ചെയ്യുമ്പോൾ ഇതെല്ലാം അതിനാവശ്യമാണ്. ഇതൊക്കെ കൃത്യമായി ദൈവം നൽകുമ്പോഴാണ് ഇത് ലഭിക്കുകയുള്ളൂ എന്നുള്ളൊരു നല്ല ബോധ്യം അവർക്കുണ്ട്. അപ്പോൾ അതായിരുന്നു അവരുടെ വിശ്വാസം എന്ന് പറയും. അപ്പൊ ആ വിശ്വാസത്തിൽ അവർ ദൈവത്തിൽ സമർപ്പിക്കുമ്പോൾ അവർക്കൊരു ധൈര്യം ഉണ്ടായിരുന്നു. ദൈവം കരുതും. ഇപ്പൊ ഈ വർഷം ഏതെങ്കിലും രീതിയിൽ കൃഷി നശിച്ചാൽ പോലും അവർ നിരാശപ്പെട്ടു പോകത്തില്ല, അല്ലെങ്കിൽ അവർ പ്രത്യാശ നഷ്ടപ്പെട്ട് ജീവിതം അവസാനിപ്പിക്കത്തില്ല. കാരണം അടുത്ത വർഷം ദൈവം തരും. അതാണ് വിശ്വാസം എന്ന് പറയുന്നത്. ഇന്ന് അതാണ് നമ്മൾ കുറഞ്ഞുകൊണ്ടിരിക്കുന്നുള്ളതായ ഒരു കാര്യമാണ് നമ്മൾ തിരിച്ചറിയുന്നത്. അപ്പോൾ ഇവിടെ രണ്ടാമത് നമ്മൾ കണ്ടത് രണ്ട് സമാധാനം. ഒന്ന് ദൈവത്തിന്റെ സമാധാനം, രണ്ട് ലോകം തരുന്ന സമാധാനം. ഇനിയാണ് മെയിൻ പോയിന്റിലേക്ക് ഞാൻ വരാൻ ആഗ്രഹിക്കുന്നത്. ദൈവത്തിന്റെ സമാധാനം. ഈ സമാധാനം എങ്ങനെയാണ് നമ്മൾ കൈവരിക്കേണ്ടത്? മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 9-ാം വാക്യത്തിൽ കർത്താവ് പറയുന്നുണ്ട്, സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ. Blessed are the peacemakers, for they will be called the children of God. സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിന്റെ പുത്രന്മാരെന്ന് വിളിക്കപ്പെടും. ഇതാണ് യഥാർത്ഥത്തിൽ നമ്മൾ തിരിച്ചറിയുക. ഇതാണ് അതിൻ്റെ പ്രധാന കാര്യം. ഈ കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ എങ്ങനെ സമാധാനം, എളുപ്പം പറയാൻ ദൈവത്തിന്റെ സമാധാനമെന്നും അല്ലെങ്കിൽ ഭയചകിതരായ ഗുഹയിൽ ഒളിച്ചു പാർത്തിരുന്നവർക്ക് നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞപ്പോൾ അവർക്ക് എന്ത് സമാധാനം കിട്ടിയെന്നൊക്കെ പറയാൻ എളുപ്പം. പക്ഷെ എന്താണ് ഇതെന്നുള്ളത് നമ്മൾ തിരിച്ചറിയുന്നത്. അത് കർത്താവ് വളരെ ശക്തമായിട്ട് അവരെ പഠിപ്പിച്ചിരുന്നു. സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പീസ് ഷുഡ് ബി ക്രിയേറ്റഡ് വിത്തിൻ അസ്. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ, ഹൃദയത്തിൽ സൃഷ്ടിക്കപ്പെടേണ്ട ഒന്നാണ് സമാധാനം എന്ന് പറയുന്നത്. ഇതെങ്ങൊന്നും നമുക്ക് വാടകയ്ക്ക് കിട്ടുന്നതല്ല, എങ്ങും പോയി വിലയ്ക്ക് വാങ്ങാൻ പറ്റുന്നതുമല്ല. ഇത് പലപ്പോഴും ആത്മീയ മേഖലയിലൊക്കെ പറ്റിക്കൊണ്ടിരിക്കുന്ന വലിയൊരു അബദ്ധം എന്ന് പറയുന്നത്, മനുഷ്യൻ ഈ സമാധാനം തേടിയൊക്കെ എങ്ങോട്ടൊക്കെയോ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ പറയാം, എങ്ങും ഓടേണ്ട കാര്യമില്ല. അവനവൻ ഇരിക്കുന്നിടത്ത് ഇരുന്നാൽ മതി. അവനവന്റെ ഭവനമാണ് ഏറ്റവും വലിയ ആലയം. നമ്മുടെയൊക്കെ ഏറ്റവും വലിയ ധ്യാന കേന്ദ്രം നമ്മുടെയൊക്കെ ഇടവക പള്ളി തന്നെയായിരിക്കണം. കാരണം അവിടെ പോയി ഇരുന്ന് ദൈവത്തിന്റെ കരുണ നമുക്ക് ലഭിച്ച്, ഒപ്പം തന്നെ ദൈവത്തിന്റെ ആ ശക്തിയിൽ ബലപ്പെടുവാൻ നമുക്ക് ഇടയായിത്തീരണം. അപ്പൊ നമ്മുടെ ഓക്കെ, എൻ്റെ ക്യാമറ പോയെന്ന് തോന്നുന്നു. വോയിസ് ബ്രേക്ക് ഉണ്ടോ? സിഗ്നലിന്റെ വല്ല പ്രശ്നമായിരിക്കും. ഇല്ല, വോയിസ് ബ്രേക്ക് ഇല്ല. ഓക്കെ, കുഴപ്പമില്ല.
എനിക്ക് നെറ്റ് ചില സമയത്ത് അത് ഫ്ലക്ച്വേറ്റ് ആകുന്നുണ്ടാകുന്നു. എനിവേ, അപ്പോൾ സമാധാനം എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൽ സൃഷ്ടിക്കപ്പെടേണ്ട ഒന്നാണ്. അതാണ് കർത്താവ് പറഞ്ഞത്, ബ്ലെസ്ഡ് ആർ ദ പീസ് മേക്കേഴ്സ്. ഞാൻ പറയും കർത്താവാണ് ഏറ്റവും വലിയൊരു കൗൺസിലർ, നമുക്ക് സംശയമൊന്നുമില്ല. അല്ലെങ്കിൽ ചീഫ് സൈക്കോളജിസ്റ്റ് എന്ന് വേണമെങ്കിൽ കർത്താവിനെ വിളിക്കാം. ഇതൊരു കൗൺസിലിംഗ് തത്വമാണ് ഇത് യഥാർത്ഥത്തിൽ. നമുക്ക് ഈ പലപ്പോഴും ഈ കൗൺസിലിംഗ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പലരും തെറ്റിദ്ധരിക്കുന്നുണ്ട്. ചിലരുടെയൊക്കെ വിചാരം, ചിലരൊക്കെ കുട്ടികളെയും കൊണ്ട് കൗൺസിലിംഗിന് വരുന്നവരുടെ ഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ വണ്ടി സർവീസ് ചെയ്യാൻ പോകുന്നില്ല. അതായത് നമ്മൾ നമ്മുടെ കാറൊക്കെ സർവീസ് ചെയ്യാൻ പോകുമ്പോൾ സർവീസ് സെന്ററിൽ ചെന്ന് എന്താ പറയുന്നത്, ഒരു ഇത്ര കിലോമീറ്ററിന്റെ നോർമൽ സർവീസായി ഇന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണം, അവിടെ എവിടെയൊക്കെ ചില ശബ്ദങ്ങളുണ്ട്, ഒരു വാട്ടർ വാഷ് വേണം, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ട് ലാസ്റ്റ് നമ്മൾ പറയും ഇന്ന് തന്നെ വണ്ടി വേണം താൻ, അല്ലേ? അപ്പൊ നമ്മുടെ ഈ പിള്ളേരെ കൊണ്ടൊക്കെ കുട്ടികളുടെ ഓരോ ആവശ്യങ്ങളോട് വരുന്നവരുടെ മനോഭാവം ഇതുകൊണ്ടാണ്. കുറേ കുറ്റങ്ങളും കുറവുകളെല്ലാം പറഞ്ഞിട്ട് പറഞ്ഞാൽ അച്ഛനെല്ലാം ഒന്ന് ശരിയാക്കി തരണം, അല്ലെങ്കിൽ കൗൺസിലർ ഒന്ന് ശരിയാക്കി തരണം. അപ്പൊ ഇത് ഈ മെഷീനറി ഒന്നുമല്ല, ഇത് നട്ടും ബോൾട്ടും ഇട്ടിട്ട് മുറുക്കാൻ. ഇത് മനുഷ്യന്റെ മനസ്സാണ്. അപ്പൊ അത് വളരെ കോംപ്ലിക്കേറ്റഡ് ആണ്, അത് വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള കാര്യമാണ്. അത് വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒന്നാണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ജീവിതത്തിന്റെ നമ്മുടെ പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ നമ്മളെ കൊണ്ട് തന്നെയാണ് നമ്മൾ തന്നെയാണ് പരിഹരിക്കേണ്ടത്. അതുകൊണ്ടാണ് ഒരു ചൊല്ലുണ്ട്, എവരി മാൻമേഡ് പ്രോബ്ലം ഹാസ് എ മാൻമേഡ് സൊല്യൂഷൻ. ഒരു കൗൺസിലറുടെ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ കൗൺസിലർ ഹിപ്നോട്ടൈസ് ചെയ്ത് നിങ്ങളുടെ അല്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങൾ കേട്ടിട്ട് നമ്മളെല്ലാം ഒന്ന് ശരിക്ക് ഒന്ന് മുറുക്കി ശരിയാക്കി വിടുന്ന പരിപാടിയൊന്നുമല്ല. ഈ കൗൺസിലിംഗ് നടക്കുന്നത് ശരിക്കും ഒരു കഥാസിസാണ്. നമ്മുടെ പ്രയാസങ്ങൾ, നമ്മൾ നേരിടുന്ന പ്രതിസന്ധികൾ ഷെയർ ചെയ്യാണ് ഒരു തേർഡ് പാർട്ടിയുടെ അടുത്ത്. അപ്പൊ അത് ഷെയർ ചെയ്യുമ്പോൾ തന്നെ നമുക്കൊരു ഒരു റിലീഫ് അത് കിട്ടുകയാണ്. രണ്ടെന്ന് പറയുന്നത്, ഷെയർ ചെയ്യുമ്പോൾ ആള് വളരെ ഇമ്പാർഷ്യലായിട്ട് ഈ കാര്യങ്ങളെ കേൾക്കുകയും ഒട്ടും ബയസ്ഡ് അല്ലാതെ തന്നെ അതിനോട് റെസ്പോണ്ട് ചെയ്യും. നമ്മുടെ ചില പോരായ്മകൾ അല്ലെങ്കിൽ പ്രതിസന്ധികൾ, നമ്മൾ ചില മേഖല സ്റ്റക്കായിരിക്കാം, എന്താണ് നമ്മൾ ഫേസ് ചെയ്യുന്ന ക്രൈസിസ്, അതിനെ ഒന്ന് പോയിന്റ് ഔട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ഇഷ്യൂ നമുക്ക് യഥാർത്ഥം നമ്മൾ കണ്ടെത്തുകയാണ്. സത്യത്തിൽ കൗൺസിലർ എന്ന് പറയുന്ന ആള് ഒരു പ്രോബ്ലം സോൾവിങ് എൻഡോ അല്ലെങ്കിൽ കുറെ റെഡിമെയ്ഡ് സൊല്യൂഷൻസുമായിട്ട് ഇരിക്കുന്ന ഒരാളൊന്നും അല്ല. പരിഹാരം നമ്മളിൽ തന്നെ, നമ്മൾ തന്നെ പരിഹാരം വർക്കൗട്ട് ചെയ്യേണ്ടത്. വേറൊരാൾ വർക്കൗട്ട് ചെയ്യുന്ന പരിഹാരവും നമ്മളിൽ എത്രമാത്രം അത് പ്രാബല്യത്തിൽ വരുത്താൻ സാധിക്കും എന്നുള്ളത് നമ്മൾ കണ്ടറിയണം. എന്നാൽ കൗൺസിലർ അവിടെ ഒരു ഫെസിലിറ്റേറ്റർ ആയിട്ട് മാറുകയാണ്. നമ്മുടെ പ്രയാസങ്ങൾ, പ്രതിസന്ധികളെ മനസ്സിലാക്കി അതിൻ്റെ എവിടെയാണ് അതിൻ്റെ റൂട്ട് കോസ് എന്താണെന്നും അതുണ്ടാകാനുള്ള കാരണം എന്താണെന്നും അത് എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നും അതിൽ നമ്മൾ എങ്ങനെ പോസിറ്റീവായിട്ട് മുൻപോട്ട് പോകണമെന്നും ഒക്കെയുള്ളതായ കാര്യം നമ്മളെ മനസ്സിലാക്കി മുൻപോട്ട് കൊണ്ടുവരുന്ന ഒരു വ്യക്തിയാണ് ഒരു കൗൺസിലർ എന്ന് പറയുന്നത്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കർത്താവ് ഒരു ചീഫ് സൈക്കോളജിസ്റ്റ് ആയിരുന്നു. അതുകൊണ്ടാണ് കർത്താവ് ഇത്തരത്തിൽ ഈ വിഷയത്തെ കൈകാര്യം. സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാരെന്നാണ്. അവർ ദൈവത്തിന്റെ പുത്രന്മാർ എന്ന് വിളിക്കപ്പെടും എന്നാണ് കർത്താവ് പറയുന്നത്. അപ്പോൾ നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ പലവിധമായ പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ നേരിട്ടുകൊണ്ട് മുന്നോട്ട് പോകുന്നവരാണ്. ഇവിടെ അവയൊക്കെ അതിജീവിക്കുവാൻ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഇവയെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അപ്പോൾ സമാധാനം ഉണ്ടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതത്തിന്റെ യാഥാർത്ഥ്യങ്ങൾ അവിടെ നിലനിൽക്കും. നമുക്ക് ചില യാഥാർത്ഥ്യങ്ങളെ തിരുത്തുവാൻ കഴിഞ്ഞെന്ന് വരില്ല. അവ നമ്മുടെ കൂടെ ഉള്ള കാര്യങ്ങളാണ്. എന്നാൽ അവയെ എങ്ങനെ അതിജീവിക്കാം എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പം കർത്താവ് യെശയ്യാവിന്റെ പുസ്തകം 40-ാം അധ്യായം 43-ാം അധ്യായം അതിൻ്റെ 1 മുതൽ ആർക്കെങ്കിലും ഒന്ന് വായിക്കാം. യെശയ്യാവ് 43 1 മുതൽ 1, 2, 3 വായിച്ചാൽ മതി. ഇപ്പോഴോ യാക്കോവേ, നിന്നെ സൃഷ്ടിച്ചവനും ഇസ്രായേലെ നിന്നെ നിർമ്മിച്ചവനുമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു,
ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു. നീ എനിക്കുള്ളവൻ തന്നെ. നീ വെള്ളത്തിൽ കൂടി കിടക്കുമ്പോൾ ഞാൻ നിന്നോട് കൂടിയിരിക്കും. നീ നദികളിൽ കൂടി കിടക്കുമ്പോൾ അവ നിന്റെ മീതെ കവിയുകയില്ല. നീ തീയിൽ കൂടി നടന്നാൽ വെന്തുപോകയില്ല. അഗ്നിജാല നിന്നെ ദഹിപ്പിക്കുകയുമില്ല. നിന്റെ ദൈവവും ഇസ്രായേലിന്റെ പരിശുദ്ധനുമായ യഹോവ എന്ന ഞാൻ നിന്റെ രക്ഷകൻ. നിന്റെ മറുവിലയായി വായിക്കണോ? ഇല്ല, അത് മതി. ഒന്നുകൂടെ ഒന്ന് വായിച്ചു, 1ഉം 2ഉം. ഇപ്പോഴോ യാക്കോവേ, നിന്നെ സൃഷ്ടിച്ചവനും ഇസ്രായേലെ നിന്നെ നിർമ്മിച്ചവനുമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു: ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു. ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു. നീ എനിക്കുള്ളവൻ തന്നെ. നീ വെള്ളത്തിൽ കൂടി കിടക്കുമ്പോൾ ഞാൻ നിന്നോട് കൂടിയിരിക്കും. നീ നദികളിൽ കൂടി കിടക്കുമ്പോൾ അവ നിന്റെ മീതെ കവിയുകയില്ല. നീ തീയിൽ കൂടി നടന്നാൽ വെന്തുപോകുകയില്ല. അഗ്നിജാല നിന്നെ ദഹിപ്പിക്കുകയുമില്ല. നിന്റെ ദൈവവും മതി. അത് മതി. ഏതൊരു വായിച്ചാൽ മതി. നമുക്കറിയാം, യെശയ്യാവിന്റെ പുസ്തകം 40-ാം അധ്യായം മുതൽ സംഭവം എന്ന് പറയുന്നത് ഈ ട്രിറ്റോ ഐസയാണ്. ട്രിറ്റോ ഐസയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാബിലോൺ പ്രവാസകാലം. ഫസ്റ്റ് ഐസയ എന്ന് പറയുന്നത് 1 മുതൽ 39-ാം അധ്യായം വരെ. അത് ഇസ്രായേൽ ജനം വാഗ്ദത്ത നാട്ടിൽ എല്ലാ സമൃദ്ധിയിലും ജീവിക്കുന്ന ഇസ്രായേൽ ജനത്തിന്റെ ആ ഒരു കാലഘട്ടത്തെയാണ് നമ്മൾ കാണുന്നത്. എന്നാൽ അവര് അതിൽ നിന്ന് മാറി ബാബിലോണിന്റെ അടിമത്വത്തിലേക്ക് മാറുന്നതാണ് 40-ാം അധ്യായം മുതൽ. അപ്പൊ ബാബിലോണിന്റെ അടിമത്വത്തിലേക്ക് വന്ന് പ്രതിസന്ധിയിലായി കഷ്ടതയിലൂടെ കടന്നു പോകുന്ന ആ ജനത്തോട് യഹോവയായ ദൈവം പറയുകയാണ്, നീ വെള്ളത്തിൽ കൂടി കടക്കുമ്പോൾ ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. നീ നദികൾ കൂടി കടക്കുമ്പോൾ അവ നിന്റെ മീതെ കവിയുകയില്ല. തീയിൽ ചവിട്ടിയാൽ നീ വെന്തു പോവുകയില്ല. അഗ്നിജ്വാല നിന്നെ ദഹിപ്പിക്കുകയുമില്ല. അപ്പോൾ ഇവിടെ ദൈവം യഥാർത്ഥത്തിൽ യെശയ്യാവിലൂടെ പറയുന്നത്, ഇന്ന് ആ ഇസ്രായേൽ ജനം എന്ന് പറയുന്നത് ബാബിലോണിന്റെ അടിമത്വത്തിലാണ്. ആരാധന സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടു. യെരുശലേം ദേവാലയത്തോടുള്ള ബന്ധമില്ല. അടിമത്വത്തിലായി. സ്വന്തം ജനം അടിമകളായി വീണ്ടും മാറിയിരിക്കുക. സകല പ്രതീക്ഷയും പോയി. ഇനി ഒരു മടങ്ങിയവരെ ഉണ്ടെന്ന് പോലും അവർക്ക് ചിന്തിക്കാൻ വയ്യ. ഈ ഒരു സാഹചര്യത്തിൽ ദൈവം അവരെ ബലപ്പെടുത്തുന്ന ഒരു വാക്യമാണ്, നീ ഭയപ്പെടേണ്ട. 41-ാം അധ്യായം 10-ാം വാക്യത്തിൽ പറഞ്ഞു, നീ ഭയപ്പെടേണ്ട. ഫിയർ നോട്ട്, ഐ ആം യുവർ ഗോഡ്. നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ ദൈവമാണ്. ഞാൻ നിന്റെ കൂടെയുണ്ട്. ഞാൻ നിന്നെ ശക്തീകരിക്കും. ഞാൻ നിന്നെ സഹായിക്കും. വീണ്ടും പറയാണ്, നീ വെള്ളത്തിൽ കൂടി കടന്നാലും നിന്റെ മീതി അത് കവിയില്ല. തീ ചവിട്ടിയാൽ വെന്തും പോവുകയില്ല. അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ടത്, ഈ ഇന്ന് നിങ്ങൾ ഫേസ് ചെയ്യുന്ന പ്രതിസന്ധി അതൊരു യാഥാർത്ഥ്യമാണ്. ഇറ്റ്സ് എ റിയാലിറ്റി. എന്നാൽ ഈ പ്രതിസന്ധി ആത്യന്തികമായും നിങ്ങളെ നശിപ്പിച്ച് കളയില്ല. ഇതാണ് അവർക്ക് കൊടുക്കുന്ന പ്രത്യാശ. അപ്പൊ നമ്മൾ എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യം, പ്രാർത്ഥനയാണെങ്കിലും എല്ലാ പ്രാർത്ഥനയ്ക്കും ഉത്തരമുണ്ട്. ഉത്തരവില്ലാത്ത ഒരു പ്രാർത്ഥനയുമില്ല. യെസ് അല്ലെങ്കിൽ നോ അല്ലെങ്കിൽ വെയിറ്റ്. ഈ മൂന്നിലേതെങ്കിലും ഒരു ഉത്തരം പ്രാർത്ഥനയ്ക്കുണ്ട്. അപ്പൊ നമ്മൾ യഥാർത്ഥത്തിൽ നമ്മളൊരു ആവശ്യം, ഇപ്പൊ നമ്മുടെ കർത്താവിന്റെ പ്രാർത്ഥന നമുക്കറിയാം, തന്റെ ഗത്സമനയിലെ പ്രാർത്ഥന ഏറ്റവും കഠിനമായ ഒരു സമയത്തുള്ള ഒരു പ്രാർത്ഥനയാണ്. അപ്പോൾ അവിടെ കർത്താവ് ഒരു കാര്യം മാത്രം പിതാവിനോട് ചോദിക്കുന്നുണ്ട്, പിതാവെ കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണം. എന്നാൽ അവിടെ ഫുൾ സ്റ്റോപ്പ് ഇടാതെ തന്നെ അവിടെ അടുത്ത കാര്യം പറയാണ്, എങ്കിലും നിന്റെ ഇഷ്ടം. ഇതാ പ്രാർത്ഥന യഥാർത്ഥത്തിൽ. അപ്പൊ നമുക്കൊരു ഒരു സംഘർഷം നമ്മുടെ ജീവിതത്തിലുണ്ട്, ഒരു പ്രതിസന്ധി ഉണ്ട്, ഒരു വിഷമമുണ്ട്, ഒരു പ്രയാസമുണ്ട്, നമ്മളെ കൊണ്ട് സഹിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ നിൽക്കുമ്പോൾ യഥാർത്ഥത്തിൽ പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ട് അവിടെ. പക്ഷെ അവിടെ പ്രാർത്ഥന എന്ന് പറയുന്നത് നമ്മൾ ദൈവത്തെ മാനസാന്തരപ്പെടുത്തുന്ന തരത്തിലല്ല, മറിച്ച് ദൈവം നിന്റെ ഹിതം, നിന്റെ ഇഷ്ടം ഈ കാര്യത്തിൽ നടക്കുവാൻ തക്കവണ്ണം ഇടയാകണം. മാത്രവുമല്ല, പരീക്ഷണങ്ങളും പ്രതിസന്ധികളും ഒക്കെ കടന്നു വരുമ്പോൾ സഹിക്കാനുള്ളൊരു ശക്തി, ഇതാണ് യഥാർത്ഥത്തിൽ പ്രാർത്ഥന എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഇസ്രായേൽ ജനത്തിന് ദൈവം കൊടുക്കുന്ന ഒരു ഉറപ്പതാണ്, നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ കൂടെയുണ്ട്. ആണ് സങ്കീർത്തനക്കാരൻ 24-ാം സങ്കീർത്തനത്തിൽ പറയുന്നു, കൂരിരിൽ താഴ്വരയിൽ കൂടി നടന്നാലും ഞാൻ ഒരു അനർത്ഥവും
ഭയപ്പെടുകയില്ല. അപ്പോൾ കൂരിരുൾ താഴ്വരകൾ എന്ന് പറയുന്നത് ജീവിതത്തിന്റെ ചില പച്ചയായ യാഥാർത്ഥ്യങ്ങളാണ്. അത് മനുഷ്യൻ ഓരോ രീതികളിൽ ആ സാഹചര്യങ്ങളിൽ കൂടിയൊക്കെ കടന്നു പോയേക്കാം. എന്നാൽ ഇങ്ങനെയൊക്കെ കടന്നു പോയാലും നീ എന്നോട് കൂടെ ഇരിക്കുമെന്നുള്ള ഒരു വലിയ വിശ്വാസം, ദൈവം കൂടെ ഉണ്ടാകും എന്നുള്ളൊരു വിശ്വാസം, അതാണ് യഥാർത്ഥത്തിൽ സമാധാനം എന്ന് പറയുന്നത്. അതാണ് കർത്താവ് പറയുന്നത്, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നത് ലോകം തരുന്നത് പോലെയല്ല. ആ സമാധാനം, ആ ദൈവത്തിന്റെ സമാധാനം എന്ന് പറയുന്നത് ദാറ്റ് ഷുഡ് ബി ക്രിയേറ്റഡ് വിത്തിൻ അസ്. എൻ്റെ കൂടെ ദൈവമുണ്ട്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്, ശ്രമിച്ചു നോക്കണ്ട, ഞാൻ നിന്റെ ദൈവം, ഞാൻ നിന്നെ ശക്തീകരിക്കും. ഈ ഒരു വിശ്വാസം നമ്മളിൽ ഉണ്ടാകുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മൾ സമാധാനമുള്ള ജീവിതങ്ങളായി മാറുന്നത്. അതുകൊണ്ട് നമ്മുടെയൊക്കെ അപ്പച്ചന്മാർക്കൊക്കെ അമ്മച്ചിമാർക്കൊക്കെ ഒരു കാലത്തുണ്ടായിരുന്നതാണ്. അവരുടെയൊക്കെ പ്രതിസന്ധികളുടെയും പ്രയാസങ്ങളുടെയും കഷ്ടതകളുടെയും ഒക്കെ നടുവിൽ ദൈവം കാത്തുകൊള്ളും എന്നുള്ള ഒരു വിശ്വാസം. വീണ്ടും നമ്മൾ കർത്താവിന്റെ പരസ്യ ശുശ്രൂഷ കാലത്ത് കാണുന്ന ഒരു സംഭവമാണ് ലൂക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായത്തിലുണ്ട്. കർത്താവ് ശിഷ്യന്മാർ പടകിൽ കയറി പോകുന്ന ഒരു സംഭവം. പടകിൽ കയറി പോകുമ്പോൾ വലിയൊരു കാറ്റും കോളും ഒക്കെ വരികയാണ്. അത് മറിയാൻ പോകുന്നു, മുങ്ങാൻ പോകുന്നു. നമ്മളവിടെ രണ്ട് സമൂഹത്തെ കാണുന്നുണ്ട്. ഒന്ന് ക്രിസ്തുവാണ്. ക്രിസ്തു ആ പടകിൽ ശാന്തനായി അതിന്റെ അമരത്ത് തല വെച്ച് കിടന്നുറങ്ങുന്നു. കൂടെയുള്ള ശിഷ്യന്മാര്, അതിൽ മത്സ്യത്തൊഴിലാളികളായ ശിഷ്യന്മാരോടൊക്കെയാണെന്ന് ഓർത്തോണം, അവര് ഭയപ്പെട്ട് നിലവിളിക്കുകയാണ്. രണ്ട് സമൂഹമാണ് അവിടെ. ഒന്ന് ശാന്തനായി ഉറങ്ങുന്ന ക്രിസ്തു, ശാന്തതയുടെ അടയാളം. ഈ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ ഞങ്ങൾ മരിച്ചു പോകുമെന്നോർത്ത് ഭയപ്പെട്ട് നിലവിളിക്കുന്ന ശിഷ്യന്മാർ. നമ്മളോട് മനസ്സിലാക്കേണ്ടത് സെയിം സിറ്റുവേഷൻ. എന്താ സിറ്റുവേഷൻ? വലിയൊരു കാറ്റടിക്കുന്നു, പടക് മുങ്ങാൻ പോകുന്നു, മുങ്ങിപ്പോയാൽ മരിക്കും. ഇത് ശിഷ്യന്മാർക്കും ഉണ്ട്, ക്രിസ്തുവിനും ഉണ്ട് അതേ പ്രതിസന്ധി. എന്നാൽ 2 ഡിഫറെന്റ് റെസ്പോൺസസ്. ശാന്തനായി ഉറങ്ങുന്ന ക്രിസ്തുവും നിലവിളിക്കുന്ന ശിഷ്യന്മാരും. ഇത് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത് നമ്മുടെ സിറ്റുവേഷൻസ് അല്ല നമ്മളെ തകർക്കുന്നത്, ആ സിറ്റുവേഷൻസ് നമ്മൾ കൊടുക്കുന്ന ഇന്റർപ്രിട്ടേഷൻസ് ആണ്. സെയിം നമുക്കൊരു കേസ് വീണ്ടും കാണാം. ഗത്സമനയിലെ കർത്താവിന്റെ പ്രാർത്ഥന. ആ പ്രാർത്ഥനയുടെ കോണ്ടെക്സ്റ്റും ആ പ്രാർത്ഥനയുടെ വിശേഷതയും ഒക്കെ നമുക്കറിയാവുന്നതാണല്ലോ. ക്രിസ്തു കടന്നുപോയതായ ആ കഠിനപരമായ അവസ്ഥയൊക്കെ അറിയാം. അവിടെ പ്രാർത്ഥിച്ച് ശക്തി പ്രാപിച്ചു വരുന്ന ക്രിസ്തുവിനെ നമ്മൾ കാണുന്നു. അപ്പൊ പ്രാർത്ഥനയിലൂടെ നമ്മൾ ശക്തി ആർജിക്കുകയും, പ്രാർത്ഥനയിലൂടെ യഥാർത്ഥത്തിൽ പ്രശ്നങ്ങളെ ഇല്ലായ്മ ചെയ്യാനല്ല പ്രാർത്ഥിക്കുന്നത്, നമ്മൾ നേരിടുന്ന അല്ലെങ്കിൽ നമ്മൾ അഭിമുഖീകരിക്കുന്നതായ പ്രതിസന്ധിയെ അതിജീവിക്കാൻ നമ്മളെ പ്രാപ്തരാക്കുകയാണ് പ്രാർത്ഥന. അപ്പൊ പ്രാർത്ഥിച്ച് ഇറങ്ങുന്ന കർത്താവും, അപ്പൊ കർത്താവിനെ അന്വേഷിച്ചു വരുന്ന പടയാളികൾക്ക് ഇവനെ മനസ്സിലായില്ല. അതാണ് ക്രിസ്തുവിന്റെ ഒരു വലിയൊരു മഹത്വം എന്ന് പറയുന്നത്. നമുക്കിപ്പോ അറിയാം, ഇപ്പൊ ഒരു പല റാങ്കിലുള്ള പോലീസ് ഓഫീസേഴ്സോ അല്ലെങ്കിൽ മിലിറ്ററി ഓഫീസേഴ്സോ നിൽക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് ഹയർ ഓഫീസർ ആരാണെന്ന് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാം, അവരുടെ റാങ്ക് ഏതാന്നുള്ളത്. കാരണം അവരുടെ എന്താ പറയുക യൂണിഫോമിലും അവരുടെ ധരിക്കുന്ന സ്റ്റാറിലും അവരുടെ അറ്റയറിലും നമുക്ക് വളരെ പെട്ടെന്ന് അവരെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. എന്നാൽ സത്യത്തിൽ ക്രിസ്തുവിനെ ശിഷ്യന്മാരുടെ ക്രിസ്തുവിനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രമാത്രം ശിഷ്യന്മാരെ അവനിലേക്ക് അവൻ ഉയർത്തി എന്നുള്ളതാണ്. ഒരു വ്യത്യസ്തതയില്ലാത്തവണ്ണം ഇവർ ഒന്നായി മാറുന്ന ഒരു അനുഭവത്തിലേക്ക് വന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇവരെ മനസ്സിലാകുന്നില്ല. അപ്പോൾ കർത്താവ് ഈ പടയാളികളോട് ചോദിക്കും, നിങ്ങൾ ആരെ അന്വേഷിക്കുന്നു? അവർ പറയും, നസ്രായന യേശുവിനെ. നിന്നെ പറഞ്ഞില്ല, ഞങ്ങൾ നിന്നെ പിടിക്കാനാ വന്നെന്ന് പറഞ്ഞില്ല, നസ്രായന യേശുവിനെ. നിങ്ങൾ ഒരുവനാണെന്ന് അവർക്ക് അറിയാം, അതാരാന്നറിയില്ല. സത്യത്തിൽ നമ്മൾ ആരെങ്കിലും ആണെങ്കിൽ അപ്പോഴത്തെ മറുപടി എന്തായിരിക്കും? ഇപ്പം ഫോർ എക്സാമ്പിൾ, എനിക്കറിയാം എനിക്കെതിരെ ഒരു കേസ് ഉണ്ട്, ചിലപ്പോൾ പോലീസ് വരാം. അപ്പോൾ പോലീസ് വന്നു കഴിഞ്ഞ് എന്നോട് ചോദിക്കുക, ഞങ്ങൾ വന്നിരിക്കുന്നത് മലേഷ്യയിലെ അച്ഛനെ നോക്കാനാ അല്ലെങ്കിൽ പിടിക്കാനാ വന്നെന്ന് പറഞ്ഞാൽ എന്നെ മനസ്സിലാകുന്നില്ല അർത്ഥം. ഞാനാണ് എന്തോ പറയും, രക്ഷപ്പെടാൻ വേണ്ടി ഇപ്പൊ നടാ വഴി അങ്ങോട്ട് പോയെന്ന് പറയും.
കർത്താവ് സുഖമായിട്ട് പറയായിരുന്നു, ആ മലയുടെ അങ്ങേ ചരിവിലൂടെ താഴോട്ടിറങ്ങി ഓടിപ്പോയിട്ടുണ്ട്, ഇപ്പൊ ചെന്നാ പിടിക്കാന്ന് പറയാൻ. പക്ഷെ കർത്താവ് എന്താ പറഞ്ഞത്? അത് ഞാൻ തന്നെ എന്നാ പറഞ്ഞത്. ഇതാ നമ്മൾ മനസ്സിലാക്കേണ്ടത്. പ്രാർത്ഥിച്ച് ഗത്സമനയിൽ നിന്നും കുരിശിലേക്ക് നടക്കുകയാണ്. തന്നെ പിടിക്കാൻ വന്ന പടയാളികൾക്ക് അവനെ മനസ്സിലായില്ല. ഞങ്ങൾ നസ്രാന യേശുവിനെ പിടിക്കാനാ വന്നെന്ന് പറഞ്ഞപ്പോൾ അവരോട് പറയാം, നിങ്ങൾ അന്വേഷിക്കുന്ന യേശു അത് ഞാൻ. അപ്പോൾ നമുക്ക് കാണുന്നുണ്ട് പത്രോസ് എന്ത് ചെയ്തു? വാളെടുക്കുന്നു, ഒരു ഭടന്റെ കാതറക്കുന്ന സംഭവം നമുക്കറിയാം. അപ്പോൾ സെയിം സിറ്റുവേഷൻ, 2 ഡിഫറെന്റ് റെസ്പോൺസസ്. ശാന്തനായി നിങ്ങൾ അന്വേഷിക്കുന്ന നസ്രാന യേശു ഞാനാണെന്ന് പറയുന്ന ക്രിസ്തുവും, ആ സമയം തൻ്റെ നിയന്ത്രണം നഷ്ടപ്പെട്ട് ഒരു പടയാളികളുടെ കാതുപോലും മുറിക്കുവാൻ തക്കവണ്ണം പ്രകോപിതനായിത്തീരുന്ന പത്രോസിനെ നമ്മൾ കാണുകയാണ്. ഇതാണ് ക്രൈസ്തവ ജീവിതത്തിൽ ഞാൻ നിങ്ങൾ നമ്മുടെ പ്രതിസന്ധികൾ മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. സെയിം സിറ്റുവേഷൻ, 2 ഡിഫറെന്റ് റെസ്പോൺസസ്. ഇപ്പൊ നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ജീവിതത്തിന്റെ പ്രശ്നങ്ങളല്ല നമ്മളെ തളർത്തുന്നത്. നമ്മൾ നമ്മുടെ ജീവിതത്തിൽ വരുന്ന ചില പ്രതിസന്ധികളിൽ അതിനെ എങ്ങനെ സമീപിക്കുന്നു, അതിനോടുള്ള നമ്മളെ പ്രതികരണമാണ് നമ്മളെ തളർത്തുന്നത് എന്നുള്ളതായ ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാകണം. വിക്ടർ ഫ്രാങ്കിൾ എന്ന് പറയുന്നതായ ഒരു സൈക്കോളജിസ്റ്റ് ഉണ്ട്, വളരെ പ്രഗത്ഭനായിരുന്നു. അദ്ദേഹമാണ് ലോഗോതെറാപ്പി എന്ന് പറയുന്നതായ ഒരു ട്രീറ്റ്മെന്റ് മെത്തേഡ് അദ്ദേഹം ഡെവലപ്പ് ചെയ്തത്. അദ്ദേഹത്തിന്റെ വളരെ പ്രശസ്തമായൊരു പുസ്തകമാണ് മാൻ സെർച്ച് ഫോർ മീനിങ്, 1859 പബ്ലിഷ് ചെയ്തതാണ്. അദ്ദേഹം നാസി കോൺസെൻട്രേഷൻ ക്യാമ്പിൽ ഉണ്ടായിരുന്ന ഒരു യഹൂദനായി. നാസി കോൺസെൻട്രേഷൻ ക്യാമ്പ് നമുക്ക് അറിയാം, ഏറ്റവും ലോകത്തിലെ ഇന്ന് വരെയുള്ളതിൽ ഏറ്റവും ഭീകരമായ ഒരു കോൺസെൻട്രേഷൻ ക്യാമ്പായിരുന്നു. അവിടെ ഓരോ ദിവസവും യഹൂദന്മാർ കൊല്ലപ്പെടുകയാണ്, വളരെ മൃഗീയമായിട്ട്. അവിടെ ചെയ്തുകൊണ്ടിരുന്നത്, അവരെ പച്ച മനുഷ്യനെ ജീവനോടെ ചോപ്പ് ചെയ്ത് ഗ്യാസ് ഫർണസിലിടും. ആ ഗ്യാസ് ഫർണസിൽ നിന്ന് ചാരം വാരുന്നത് അടുത്ത ബന്ധുക്കളും. വളരെ വളരെ മൃഗീയമായ മരണങ്ങളാണ് അവർ അനുഭവിച്ചത്. അപ്പൊ ഏറ്റവും ആദ്യം മരണപ്പെടുന്നവൻ അവിടെ ഭാഗ്യവാൻ. ഇവിടെ ഈ മനുഷ്യന്റെ, വിക്ടർ ഫ്രാങ്കിളിന്റെ ഭാര്യ, സഹോദരൻ, അമ്മയപ്പന്മാർ, ഇവര് പല സമയങ്ങളിലായിട്ട് മരിച്ചു. അപ്പം ഇവരുടെയൊക്കെ മരണം മുന്നിൽ കാണുകയാണ്. പിന്നെ അടുത്ത ബന്ധുക്കള്, സുഹൃത്തുക്കള് എല്ലാം യഹൂദരാ. അപ്പൊ ഈ മനുഷ്യന് മനസ്സിലായി, ഒരിക്കലും ഈ ഇതിൽ നിന്നൊരു മോചനമില്ല. അതായത് ഈ ക്യാമ്പിൽ നിന്ന്, ഈ കോൺസെൻട്രേഷൻ ക്യാമ്പിൽ രക്ഷപ്പെടത്തില്ല. അപ്പൊ ഇദ്ദേഹം ഒരു അധ്യാപകൻ കൂടിയായിരുന്നു, സൈക്കോളജിസ്റ്റ് ആണ്, അധ്യാപകനായിരുന്നു. അദ്ദേഹം എഴുതിയിരിക്കുന്നത്, അദ്ദേഹത്തെയൊക്കെ ഒരു ഇരുട്ടറയിൽ നഗ്നനായിട്ട് ആ ഗുഹയിൽ താമസിപ്പിച്ചിരുന്ന സെല്ലിൽ. ഇത്ര കഠിനമായ ഒരു കോൺസെൻട്രേഷൻ ക്യാമ്പ്. അപ്പൊ ഇദ്ദേഹം മനസ്സുകൊണ്ട് ആ ഗുഹ, അദ്ദേഹത്തിന്റെ ആ പ്രിസൺ, ആ സെല്ലിനെ അദ്ദേഹം മനസ്സുകൊണ്ട് ക്ലാസ് റൂമായി കൺവേർട്ട് ചെയ്തു. മനസ്സുകൊണ്ട് ക്ലാസ് റൂമായി കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എന്താണ്? ക്ലാസ് റൂമിൽ സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ അവരെ പഠിപ്പിക്കണം. അപ്പൊ ഇദ്ദേഹം തൻ്റെ ആ ഇരുട്ടറയിൽ ഇരുന്നു കൊണ്ട്, നഗ്നനായി ഇരുന്നു കൊണ്ട് ഇദ്ദേഹം പഠിപ്പിക്കാൻ തുടങ്ങി. ഈ ക്യാമ്പിൽ നിന്ന് രക്ഷപ്പെട്ട ഒരു വ്യക്തികളിൽ ഒന്നാണ് വിക്ടർ ഫ്രാങ്കിൾ. അദ്ദേഹം അതിൽ നിന്നാണ് ലോഗോതെറാപ്പി എന്ന് പറയുന്നതായ ഒരു ട്രീറ്റ്മെന്റ് മെത്തേഡ് ഡെവലപ്പ് ചെയ്തത്. അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയൊരു കാര്യമായിരുന്നു അദ്ദേഹം പറഞ്ഞത്, ബിറ്റ്വീൻ സ്റ്റിമുലസ് ആൻഡ് റെസ്പോൺസ് ഹ്യൂമൻ ബീയിങ് ഹാസ് എ ഫ്രീഡം ടു ചൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ജീവിതത്തിന്റെ സ്റ്റിമുലസ് സംഭവങ്ങൾ എന്ന് പറയുന്ന യാഥാർത്ഥ്യമാണ്. എന്നാൽ അതിന്റെ പ്രതികരണങ്ങളെ നിയന്ത്രിക്കാനുള്ള കഴിവ് മനുഷ്യനുണ്ട്. ഈ സൈക്കോളജിയിൽ ബിഹേവിയർ തെറാപ്പി എന്ന് പറയുന്ന ഒരു തെറാപ്പി ഉണ്ട്. അതിൻ്റെ അകത്ത് പാവിലോവിയൻ ക്ലാസിക്കൽ കണ്ടീഷനിങ് എന്ന് പറയുന്ന ഒരു ട്രീറ്റ്മെന്റ് മെത്തേഡ് ഉണ്ട്. അത് ഡെവലപ്പ് ചെയ്തത് ഒരു നായിലാണ് പരീക്ഷണം നടത്തിയത്. ആ നായിൽ നടത്തിയ പരീക്ഷണം ഇങ്ങനെയാണ്: ആ പട്ടിക്ക് ഇത് കൊടുക്കും, ഫുഡ് കൊടുക്കും, ഫുഡ് പെല്ലറ്റ് കൊടുക്കും. ഫുഡ് പെല്ലറ്റ് കൊടുത്തു കഴിയുമ്പോൾ ഫുഡ് പെല്ലറ്റ് കിടക്കുന്നതിന് മുമ്പ് ആദ്യം ഒരു മണി അടിക്കും. മണി അടിച്ച് കഴിയുമ്പോൾ ഉടനെ ഫുഡ് കൊടുക്കും. അങ്ങനെ ദിവസങ്ങൾ കഴിച്ചു കഴിഞ്ഞപ്പോൾ, അപ്പോൾ ആദ്യം മണി എന്ന് പറയുന്നത്
അതിന് യാതൊരു രീതിയിലും സ്റ്റിമുലേറ്റ് ചെയ്യുന്നൊരു കാര്യമല്ല. അതിന് ഫുഡ് കൊടുക്കുമ്പോൾ അതിൻ്റെ വായിൽ സലൈവ വരും, വെള്ളം വരും. കുറേ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ മണി അടിച്ചു കഴിയുമ്പോഴാണ് ഫുഡ് കൊടുക്കുന്നത്. അപ്പൊ എന്ത് സംഭവിക്കുന്നു? മണി അടിക്കുമ്പോൾ തന്നെ ദ ഡോഗ് സ്റ്റാർട്ടഡ് സലിവേറ്റിംഗ്, അതിന്റെ നാവിൽ നിന്ന് വെള്ളം വരാൻ തുടങ്ങും. അപ്പോൾ പിന്നീട് ആ പട്ടി അങ്ങ് കണ്ടീഷൻഡ് ആകുകയാണ്. മണി അടിച്ച ഉടനെ ഫുഡ് പല്ലറ്റ് കിട്ടും, ഭക്ഷണം കിട്ടും. അപ്പൊ മണി അടിക്കപ്പെടുമ്പോൾ തന്നെ ഈ നായ അതിന്റെ വായിൽ വെള്ളം വരാൻ തുടങ്ങും. അപ്പൊ ഇത് മനുഷ്യന്റെ ജീവിതത്തിലുള്ള ഒരു കാര്യവുമാണ്, നമ്മളെ സ്വാധീനിക്കുന്ന ഒരു വിഷയമാണ്. അപ്പം അവിടെ സത്യത്തിൽ യാതൊരു പ്രതികരണവും ഇല്ലാത്ത ഒരു ന്യൂട്രലായിട്ടുള്ള ഒരു സ്റ്റിമുലസ് ആണ് മണിയെങ്കിലും അത് ആ നായയെ സംബന്ധിച്ചിടത്തോളം അതിനെ ഫുഡ് കൊടുക്കുന്ന ഒരു എലമെന്റ് ആയിട്ട് മാറുകയാണ്. എന്നാൽ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇതിനെ നിയന്ത്രിക്കാനുള്ള കഴിവ് മനുഷ്യനുണ്ട്. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പൊ നമ്മുടെ ജീവിതത്തിന്റെ ചില പച്ചയായ യാഥാർത്ഥ്യങ്ങൾ, അത് ചിലപ്പോൾ രോഗമാകാം, ഉറ്റവരുടെ വേർപാടാകാം, ചില പരാജയങ്ങളാകാം, ചില നഷ്ടങ്ങളാകാം, ജീവിതത്തിലുണ്ടായ ചില വീഴ്ചകളാകാം, ചില തകർച്ചകളാകാം. അപ്പം അതൊക്കെ യഥാർത്ഥത്തിൽ യാഥാർത്ഥ്യങ്ങളാണ്. പക്ഷെ നമ്മളെ തകർക്കുന്നത് ഈ സംഭവങ്ങളല്ല, മറിച്ച് നമ്മൾ ഈ സംഭവങ്ങൾക്കൊക്കെ കൊടുക്കുന്ന പ്രതികരണങ്ങളാണ്. അതുകൊണ്ട് ഇതിനെ നിയന്ത്രിക്കാൻ നമ്മൾ പഠിക്കണം. റൂസ്വെൽറ്റ് എന്ന് പറഞ്ഞ സൈക്കോളജിസ്റ്റ് പറയുന്നത് നോ വൺ ക്യാൻ ഹേർട്ട് യു വിത്തൗട്ട് യുവർ കൺസെന്റ്. നിന്റെ അനുവാദമില്ലാതെ ആർക്കും നിന്നെ വേദനിപ്പിക്കാൻ കഴിയുകയില്ല. നമ്മൾ ഈ നോമ്പിന്റെ കാലഘട്ടങ്ങളിലൂടെ പോകുമ്പോൾ കുമ്പസാരിക്കുന്നവർ, ഈ കുമ്പസാര രഹസ്യമൊന്നും പറയുകയല്ല, എന്നാലും ഇവിടെ കൂടുതൽ മുഴുവൻ സ്ത്രീകളായതുകൊണ്ട് നിങ്ങളോടൊരു ചോദ്യം ഞാൻ ചോദിക്കുകയാണ്. പ്രത്യേകിച്ചൊരു 35 കഴിയുമ്പോൾ ഏറ്റവും കൂടുതൽ അലട്ടുന്നൊരു പ്രശ്നം എന്താണെന്നറിയാം? എല്ലാവരും കൂടുതലും പേര് പറയുന്നൊരു പ്രശ്നമാണ് ദേഷ്യം. ആരോടാന്ന് പറയാൻ അറിയത്തില്ല. ദേഷ്യം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ദേഷ്യമാണ്. ഒന്ന് അനലൈസ് ചെയ്ത് കഴിയുമ്പോൾ ദേഷ്യം ആരോടാ? കൂടുതലും ഭർത്താവിനോടായിരിക്കും, അല്ലെങ്കിൽ സാധുക്കളായ കുഞ്ഞുങ്ങളോടായിരിക്കും. ഭർത്താവ് സാധുവാണെങ്കിൽ കിടക്കപ്പുറത്തില്ല, അല്ലെങ്കിൽ മക്കളോടായിരിക്കും, അല്ലേ? ഇപ്പൊ ഞാൻ ഇങ്ങനെയുള്ളവരോട് ചോദ്യം ചോദിക്കും, ആരോടാ ദേഷ്യം? എപ്പോഴാ ദേഷ്യം വരുന്നത്? ഇത് രണ്ടിനും ഉത്തരമില്ലെങ്കിൽ യഥാർത്ഥത്തിൽ നമ്മൾ ആദ്യം കാണേണ്ടത് നല്ലൊരു സൈക്കോളജിസ്റ്റിനെ കേട്ടോ. ഇത് യഥാർത്ഥത്തിൽ നമ്മുടെ ചില ടെൻഷൻസാ, ഫ്രസ്ട്രേഷൻസാ. അപ്പൊ നമ്മൾ വെറുതെ ദേഷ്യം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എപ്പോൾ ഏത് സമയത്ത് എങ്ങനെയൊക്കെ ഉണ്ടാകും എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. ആങ്കർ മാനേജ്മെന്റ് ഉണ്ട് കേട്ടോ. വളരെ സിമ്പിളാണ്. നിങ്ങൾ ഈ പൊട്ടിത്തെറിക്കുന്നവരാണ്, പെട്ടെന്ന് പ്രതികരിക്കുന്നവരാണ്, അങ്ങനെയൊക്കെ ഒത്തിരി പേരുണ്ട്. അതിൻ്റെ അകത്തൊരു 4 Ds ഉണ്ട് ഇതിനെ നമ്മൾ കൺട്രോൾ ചെയ്യാൻ. ഫസ്റ്റ് D എന്ന് പറഞ്ഞാൽ ഡിലേ. നമ്മളിപ്പം പെട്ടെന്ന് ദേഷ്യം വന്ന് പ്രതികരിക്കുന്ന സ്വഭാവമുള്ളവരാണെങ്കിൽ ഇനി നിങ്ങൾ ശീലിക്കേണ്ടത് അതിനെ ഹോൾഡ് ചെയ്യണം. പെട്ടെന്ന് മറുപടി പറയരുത്. പെട്ടെന്ന് മറുപടി പറയരുത്. രണ്ടെന്ന് പറയുന്നത്, ഇപ്പം ഫോർ എക്സാമ്പിൾ വീട്ടിലാണെങ്കിൽ ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ കഴിഞ്ഞ് ഇനിയും പോലെ ഞാൻ മറുപടി പറയുള്ളൂ എന്നൊക്കെ തീരുമാനിക്കുക. അപ്പൊ ഡിലേ ചെയ്യുക. രണ്ടെന്ന് പറയുന്നത് നമ്മൾ ഒരു എന്താ പറയുന്നത്, അതിനെ നമ്മളൊരു ഡിസ്ട്രാക്ട് ചെയ്യുക. അതായത് നമ്മൾ നമ്മുടെ ചിന്തകളെ ഒന്ന് മാറ്റുക. അപ്പൊ അതിന് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ടെക്നിക്ക് ഉണ്ട്. അത് ഇത്രയേ ഉള്ളൂ. നമ്മൾ 5 കാര്യങ്ങൾ നമ്മൾ കാണുക. അപ്പൊ നമ്മൾ നിൽക്കുന്നിടത്ത് തന്നെ നമുക്കൊരു 5 കാര്യങ്ങളെ പെട്ടെന്ന് നോക്കി കാണാൻ പറ്റും. നമ്മുടെ മൈൻഡ് ഡൈവേർട്ട് ചെയ്യാൻ വേണ്ടിയാണ്. 4 കാര്യങ്ങളെ നമ്മൾ തൊടുക. നമ്മൾ ഇരിക്കുന്നിടത്ത് തന്നെ നമ്മുടെ മുമ്പിലുള്ള 3-4 വസ്തുക്കളെ നമുക്ക് തൊടാം. 3 കാര്യങ്ങളെ നമ്മളൊന്ന് കേൾക്കുക. നിങ്ങളിപ്പോൾ ഇരിക്കുന്ന റൂമിൽ തന്നെ നിങ്ങൾക്ക് പല സൗണ്ടുകൾ ഇപ്പൊ കേൾക്കാൻ പറ്റും. ഒരു 3 സൗണ്ട് കേൾക്കുക. അടുത്തത് 2
കാര്യങ്ങളെ നിങ്ങൾ സ്മെല്ല് ചെയ്യുക. അതിപ്പം പെർഫ്യൂം ആകാം, എന്തുമാകാം, അല്ലെങ്കിൽ നമുക്ക് 2 സ്മെൽ നമുക്ക് ഓർക്കാം. നമുക്കറിയാൻ ഇഷ്ടപ്പെടുന്ന 2 ഗന്ധങ്ങൾ നമുക്ക് ഓർക്കാം. അവസാനത്തെ ഒരു കാര്യത്തെ ടേസ്റ്റ് ചെയ്യുക. ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം എന്താണെന്ന് ഓർത്താൽ മതി, അതിന്റെ ടേസ്റ്റ് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. അപ്പൊ പെട്ടെന്ന് നമ്മുടെ സത്യം പറഞ്ഞ കോൺസെൻട്രേഷൻ നമ്മൾ ഡിസ്ട്രാക്ട് ചെയ്യണം. മൂന്നാമത്തെ ഡി എന്ന് പറയുന്നത് ഡീപ് ബ്രീത്ത്. സാധിക്കുമെങ്കിൽ ഒരു ഡീപ് ബ്രീത്ത് എടുക്കുക. 4 ഡിസ്കസ്. അപ്പൊ ഈ ആദ്യം പറയാനുള്ള ദേഷ്യം ഒരു ചർച്ചയിലേക്ക് നമ്മൾ 4ാമത് വരും. അപ്പോൾ ഡിലേ, ഡിസ്ട്രാക്ട്, ഡീപ് ബ്രീത്ത് ആൻഡ് ഡിസ്കസ്. അപ്പൊ ഈ ഒരു തലത്തിൽ നമുക്ക് നമ്മുടെ ആങ്കറിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അതാ കർത്താവ് ഒരു സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ എന്ന് പറഞ്ഞത്. ഇതെങ്ങും പോയി മേടിക്കാൻ കിട്ടുന്നതല്ല. ചിലർ പറയും ചില ധ്യാന കേന്ദ്രങ്ങളിൽ പോയ ഭയങ്കര സമാധാനമാണ്. പക്ഷെ അവിടെ പുറത്തോട്ടിറങ്ങുമ്പോൾ ഈ സമാധാനം അങ്ങ് പോകും. കാരണം വീണ്ടും നമ്മൾ ഈ യാഥാർത്ഥ്യങ്ങളിലേക്ക് ഇറങ്ങുന്നു. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഫേസ് ചെയ്യുന്ന ആ ക്രൈസിസിനെ അതിന്റെ ഉറവിടത്തിൽ നമ്മൾ ഹാൻഡിൽ ചെയ്യണം. എവിടെയാണോ പ്രതിസന്ധി അതിന്റെ റൂട്ടിൽ നമ്മൾ കണ്ടെത്താൻ കഴിയണം. ചില കാര്യങ്ങൾ, പ്രതിസന്ധികളെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം. എലിസബത്ത് കുബ്ലർ റോസ് എന്ന് പറയുന്ന സൈക്കോളജിസ്റ്റ് ഉണ്ട്. അവർ ഡെവലപ്പ് ചെയ്ത തിയറി ഉണ്ട്, സ്റ്റേജസ് ഓഫ് അക്സെപ്റ്റൻസ് എന്ന് പറഞ്ഞ തിയറി ഉണ്ട്. ഇപ്പൊ ഒരു ഉറ്റ ബന്ധുവിന്റെ വേർപാട്, പങ്കാളിയുടെ ആകാം, മക്കളുടെ ആകാം, മാതാപിതാക്കന്മാരുടെ പെട്ടെന്നുള്ള ചില വേർപാട്, അല്ലെങ്കിൽ നമ്മളൊരു ക്രോണിക് പേഷ്യന്റ് ആണെന്ന് അറിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു അവസ്ഥയുണ്ട്. അതിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് ഈ തിയറി പറയുന്നുണ്ട്. എലിസബത്ത് കുബ്ലർ റോസ് സ്റ്റേജ് തിയറി ഓഫ് അക്സെപ്റ്റൻസ് എന്ന് പറയും. അപ്പൊ നമ്മൾ ഇങ്ങനത്തെ ഒരു പെട്ടെന്നൊരു ന്യൂസ് കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ആദ്യ റെസ്പോൺസ് എന്ന് പറഞ്ഞ ഷോക്ക്, ഞെട്ടിപ്പോവുകയാണ്, തകർന്നു പോവുകയാണ്. സെക്കൻഡ് എന്ന് പറഞ്ഞാൽ ഡിനയലാണ്, ഒരു ഷോക്ക് അബ്സോർവർ ആണ്. ഇല്ല, എനിക്കിങ്ങനെ സംഭവിക്കില്ല. 3 എന്ന് പറഞ്ഞ ആങ്കർ, നമുക്ക് എല്ലാവരോടും ദേഷ്യമാണ്. ബൈസ്റ്റാൻഡേഴ്സിനോട്, ചികിത്സിക്കുന്ന ഡോക്ടേഴ്സിനോട്, നമ്മളെ കാണാൻ വരുന്നവരോട് ഒക്കെ ഭയങ്കര ദേഷ്യം, ആങ്കർ. 4ാമത്തെ സ്റ്റേജ് എന്ന് പറഞ്ഞ ബാർഗൈനിങ്, ദൈവത്തോടാ അല്പം കൂടെ സമയം ചോദിക്കുക. 5 മാറുവാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. ഡിപ്രഷൻ ഓർ അക്സെപ്റ്റൻസ്. ഇന്ന് ക്യാൻസർ പോലുള്ളതായ ക്രോണിക് ഡിസീസ് വരുന്ന പലരും ഡിപ്രഷനിലേക്ക് പോയി സൈക്കാട്രിക് ട്രീറ്റ്മെന്റിന് പോലും വിധേയരാകുന്നവരുണ്ട്. കാരണം ആ ഒരു സ്റ്റേജിൽ അവർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ. എന്നാൽ മറ്റൊരവസ്ഥയുണ്ട്, അക്സെപ്റ്റൻസിന്റെ സ്റ്റേജാണ്. അതായത് ആ രോഗത്തെ അവർ അംഗീകരിക്കുന്ന. ഇത് ആദ്യത്തെ സ്റ്റേജിലൊക്കെ സ്വാഭാവികമായി നമ്മളൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് ആദ്യം എന്താ പറയുന്നത്, ഷോക്ക് ഉണ്ടാകും, ഡിനയൽ ഉണ്ടാകും, ആങ്കർ ഉണ്ടാകും, നത്തിങ് റോങ്. എന്നാൽ അതിൽ നിന്ന് അക്സെപ്റ്റൻസ് എന്നുള്ള ലെവലിലേക്ക് എത്തണം. അതിനെ അംഗീകരിക്കാനുള്ള ഒരു സാഹചര്യത്തിലേക്ക് വരിക. പ്രിയമുള്ളവരെ, യഥാർത്ഥ സൗഖ്യം എന്ന് പറയുന്ന അതാണ്. ഒരാൾ ഒരു രോഗം വന്ന് മരിക്കുന്നതൊന്നും ശാപം കൊണ്ടൊന്നുമല്ല, ദോഷം കൊണ്ടൊന്നുമല്ല, പാപം കൊണ്ട്. വേദഭാഗം അതായിരുന്നു. പിറവിയിലെ കുരുടനായ മനുഷ്യന്റെ സൗഖ്യത്തിന്റെ ഭാഗം നമുക്കറിയാം. പഴയ നിയമ ചിന്താഗതിയായിരുന്നു, അമ്മയപ്പന്മാരുടെ പൂർവിക പാപം കൊണ്ട് രോഗം വരുന്നു എന്നുള്ള ചിന്ത. കർത്താവ് അതിനെ നിഷേധിക്കത്തില്ല, അതിനെ ആ ചിന്താഗതിയെ മാറ്റുകയാണ്. അപ്പോൾ ഇതൊക്കെ യാഥാർത്ഥ്യങ്ങളാണ്. എന്നാൽ ആ യാഥാർത്ഥ്യത്തെ അംഗീകരിച്ചാൽ നമുക്ക് കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ അവിടെ സൗഖ്യം സംഭവിക്കുക. പിന്നെ സൈക്കോളജിക്കലി സ്പീക്കിംഗ് നമ്മൾ ഒരു കാര്യം കൂടെ മനസ്സിലാക്കണം. നമ്മളൊരു രോഗാവസ്ഥയെ അക്സെപ്റ്റ് ചെയ്ത് മനസ്സ് ധൈര്യപ്പെട്ട് ദൈവത്തിന്റെ ഹിതത്തിനായി വിട്ടുകൊടുക്കുമ്പോൾ സത്യത്തിൽ അവിടെ മെഡിസിൻ വർക്കൗട്ട് ആവും. അവിടെ ശാരീരിക സൗഖ്യം ഉണ്ടാകും. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പം ഏറ്റവും ആദ്യം സൗഖ്യം വരേണ്ടത് മനസ്സിന്. മനസ്സ് സൗഖ്യമായാൽ അവിടെ സൗഖ്യം ഉണ്ടായി എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്നാൽ ആ വ്യക്തി ചിലപ്പോൾ ശാരീരിക പ്രയാസങ്ങളുടെ ഒരു ശാരീരിക അവസ്ഥയിൽ നാളെ മരണത്തിന് കീഴ്പ്പെടേണ്ട വന്നെന്ന് പറഞ്ഞാൽ പോലും നമ്മൾ അതിൽ ദുഃഖിക്കേണ്ട കാര്യമില്ല, അല്ലെങ്കിൽ അതിനെ നമ്മൾ തള്ളിക്കളയല്ല വേണ്ടത്. മറിച്ച് ആ വ്യക്തിയിലുണ്ടായ സൗഖ്യത്തിന്റെ 1ാമത്തെ ഘട്ടം എന്ന് പറയുന്നത് ആ രോഗത്തെ അംഗീകരിച്ച് അതിനോട് പൊരുത്തപ്പെട്ട് ആ സാഹചര്യങ്ങളെ മനസ്സിലാക്കി പ്രസന്നതയോടെ ആ യാഥാർത്ഥ്യത്തെ നേരിടുന്നതാണ് യഥാർത്ഥത്തിൽ ഏറ്റവും വലിയ കൃപയെന്ന് പറയുന്നത്. അതുകൊണ്ട്
നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയൊരു കാര്യം ഇതാണ്. സമാധാനം എന്ന് പറയുന്നത് അവിടെ ഇവിടെയും വാങ്ങാൻ കിട്ടുന്ന ഒന്നല്ല. നമ്മൾ ശാന്തമായി പ്രാർത്ഥനയിലൂടെ ദൈവബന്ധത്തിൽ ദൈവത്തിൽ നിന്ന് നേടിയെടുക്കേണ്ട പ്രാപിക്കുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ. ആ ഒരു അവസ്ഥയിലേക്ക് വരുമ്പോൾ നമ്മുടെ ജീവിതത്തിന്റെ ഈ ലോകത്തിന്റെ ഒരു ഭാരവും ഒരു പ്രയാസവും നമ്മളെ അലട്ടുകയില്ല. അതുകൊണ്ട് നമ്മൾ നമ്മുടെ മക്കളുടെ കാര്യത്തിലായിരിക്കും, പങ്കാളിയുടെ ആണെങ്കിലും, രോഗത്തെക്കുറിച്ചുള്ള ആശങ്കയാണെങ്കിലും, മറ്റ് ജീവിതത്തിന്റെ പല പ്രതിസന്ധികളും എന്തൊക്കെ ജീവിതത്തിൽ വന്നാലും വിശ്വാസത്തോടെ വിഷയങ്ങളെ ദൈവത്തിന്റെ സന്നിധിയിൽ സമർപ്പിച്ചു കൊടുക്കുവാൻ തക്കവണ്ണമുള്ള ഒരു 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 കൃപ നമ്മിലേക്ക് നമ്മൾ വ്യാപരിപ്പിക്കണം. അത് വളർത്തിയെടുക്കുകയാണ്. അത് വളർത്തിയെടുത്തു കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് യഥാർത്ഥത്തിൽ സൗഖ്യമുണ്ടാകണം. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിന്റെ പുത്രന്മാരെന്ന് വിളിക്കപ്പെടും. അപ്പൊ ജീവിതത്തിന്റെ പ്രതിസന്ധിയെ ഇല്ലായ്മ ചെയ്യുന്നതല്ല ആത്മീയത എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ജീവിതത്തിന്റെ ഒരു അവസ്ഥയുടെ മാറ്റമല്ല ആത്മീയത. മറിച്ച് ജീവിതത്തിന്റെ പ്രതിസന്ധികളും നമ്മൾക്ക് ശക്തിയിൽ കവിഞ്ഞതായ പരീക്ഷണങ്ങളും കടന്നു വരുമ്പോൾ അവയെ നമ്മൾ സധൈര്യം അതിജീവിക്കാൻ കഴിയുന്നതാണ് യഥാർത്ഥത്തിൽ ആത്മീയത എന്നുള്ളതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. ഇവിടെ നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധി സമാധാനത്തെക്കുറിച്ച് പറയുന്ന ഒരു വചനമുണ്ട്. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: ഞാനൊരു സമാധാന മനുഷ്യനാണ്, ഞാൻ സമാധാനത്തിൽ വിശ്വസിക്കുന്നു. കല്ലിൽ കാണുന്ന നിത്യത സമാധാനം എനിക്ക് ആവശ്യമില്ല. ശവകുടീരത്തിൽ പ്രകടമാകുന്ന തരത്തിലുള്ള പ്രശാന്തതയും എനിക്ക് വേണ്ട. എന്നാൽ ഞാൻ ആവശ്യപ്പെടുന്ന സമാധാനം മനുഷ്യ ഹൃദയങ്ങളിൽ സുരക്ഷിതമായി സൃഷ്ടിക്കപ്പെടുന്ന സമാധാനമാണ്. കാരണം മഹാത്മാഗാന്ധി അദ്ദേഹം പറയുന്നുണ്ട്, അദ്ദേഹത്തെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച കർത്താവിന്റെ ഗിരിപ്രഭാഷണമാണെന്ന്. ഇത് ഗിരിപ്രഭാഷണത്തിലെ വചനമാണ് സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാരെന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത്, സമാധാനം മനുഷ്യ ഹൃദയങ്ങളിൽ സുരക്ഷിതമായി സൃഷ്ടിക്കപ്പെടുന്നതാണ്. സമാധാനത്തിന്റെ ഉറവിടം ദൈവമാണ്. ദൈവത്തിൽ ആശ്രയം വെക്കുകയും വിശ്വാസം അർപ്പിക്കുകയും ചെയ്യുന്നവന് ലഭിക്കുന്നതാണ് സമാധാനം. ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുകയാണ്. ഈസ്റ്ററിന്റെ നാളുകളിലേക്ക് നമ്മൾ കടന്നു വരികയാണ്. വെറുതെ സമാധാനം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. തൻ്റെ ശിഷ്യന്മാർക്ക് അവൻ കൊടുത്തു, പ്രതിസന്ധിയുടെ നടുവിൽ അവന് കൊടുത്തു, നിങ്ങൾക്ക് സമാധാനം. ലോകപ്രകാരം ഏറ്റവും വെല്ലുവിളി നേരിട്ട കന്യകമറിയാമിന്റെ ജീവിതത്തിൽ അവൾക്കും ഗബ്രിയേൽ ദൂതൻ കൊടുത്തത്, കൃപ നിറഞ്ഞവളെ നിനക്ക് സമാധാനം. അവളുടെ യാത്ര മുഴുവനും ലോകപ്രകാര സംഘർഷഭരിതമായിരുന്നു. പക്ഷേ കുരിശിന്റെ ചുവട്ടിലും പ്രത്യാശയോടെ നിന്നു എന്ന് മാത്രമല്ല, സഭയുടെ ആദ്യകാലത്തിൽ ശിഷ്യന്മാരോട് ചേർന്ന് സഭയുടെ കെട്ടുപണിക്കാരിയായി അവൾക്ക് പ്രവർത്തിക്കുവാൻ കഴിഞ്ഞത് ഈ സമാധാനത്തിൽ അവൾ ജീവിച്ചവളാണ്. അതുകൊണ്ട് ലോകത്തിന്റെ ഒരു നേട്ടം അല്ല നമ്മുടെ ദൈവകൃപയുടെ അടിസ്ഥാനം, മറിച്ച് ദൈവത്തോടുള്ള ബന്ധത്തിലുള്ള ഒരു വളർച്ചയാണെന്നുള്ള ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാകണം. അതുകൊണ്ട് എല്ലാവർക്കും ഈ രാത്രിയിൽ സമാധാനം ഞാൻ നേരുകയാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധികളെ നമുക്ക് സധൈര്യം ദൈവാശ്രയത്തിൽ നേരിടുമ്പോൾ ദൈവത്തിന്റെ സമാധാനം ശാന്തമായി ഓരോ ഹൃദയങ്ങളിലും വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുകയാണ്. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. താങ്ക് യു അച്ഛാ, താങ്ക് യു സോ മച്ച്. ഇന്ന് കടന്നു വന്ന ഏവർക്കും കൃതജ്ഞത അർപ്പിക്കുവാനായി ജയാജയിക്കവനെ ക്ഷണിക്കുന്നു. നമ്മുടെ എത്രയും ബഹുമാനപ്പെട്ട ഡോക്ടർ തോമസ് എബ്രഹാം മലേശ്ശേരിൽ അച്ഛൻ, ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ സഹോദരിമാര്, അച്ഛൻ നമുക്ക് നല്ലൊരു സന്ദേശം തന്നു. ഈസ്റ്ററിന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ സമാധാനം എന്ന് പറയുന്നതാണ് ഈസ്റ്ററിന്റെ ഏറ്റവും വലിയ സന്ദേശം എന്ന് വെച്ചാൽ നമുക്ക് പറഞ്ഞു തന്നു. പഴയ തലമുറയും ഇന്നത്തെ തലമുറയും തമ്മിൽ വളരെയധികം വ്യത്യാസം. ഇന്നത്തെ തലമുറയെക്കാളും കൂടുതലും പഴയ തലമുറ സമാധാനത്തിലാണ് ജീവിച്ചിരുന്നത് അച്ഛൻ പറഞ്ഞു വന്നു. ഒരു ഭവനത്തിന്റെ അന്തരീക്ഷം നന്നാകാൻ നമ്മുടെ സമൂഹം നന്നായാൽ മതിയെന്ന് അച്ഛൻ നമുക്ക് പറഞ്ഞു തന്നു. സമാധാനത്തിന്റെ എന്താണ് സമാധാനം എന്ന് അച്ഛൻ പറഞ്ഞു തന്നത്? ലോകം തരുന്ന സമാധാനവും ദൈവം തരുന്ന സമാധാനം, ഇങ്ങനെ രണ്ട് സമാധാനമാണ് നമുക്കുള്ളത്. ലോകം തരുന്ന സമാധാനം നശ്വരമാണെന്നും അത് നിലനിൽക്കുന്നതല്ലെന്നും അച്ഛൻ പറഞ്ഞു. അതുപോലെ അനശ്വരമായ ദൈവിക സമാധാനം ഒരിക്കലും അവസാനിക്കുകയില്ല. സമാധാനത്തിന്റെ ഉറവിടം ക്രിസ്തുവാണെന്നും അച്ഛൻ നമുക്ക് പറഞ്ഞു തന്നു.
സമാധാനം നമ്മുടെ ഉള്ളിൽ സൃഷ്ടിക്കപ്പെടേണ്ട ഒന്നാണ് സമാധാനമെന്ന് അച്ഛൻ വളരെ വിശദമായി നമുക്ക് പറഞ്ഞു തന്നു. ദൈവം കൂടെ ഉണ്ടെന്നുള്ള വിശ്വാസമാണ് യഥാർത്ഥ സമാധാനമെന്നും പ്രാർത്ഥനയിൽ കൂടി ശക്തി പ്രാപിക്കുക, സമാധാനം കൈവരിക്കുക എന്നതാണ് നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ കാര്യമെന്ന് അച്ഛൻ നമുക്ക് പറഞ്ഞു തന്നു. അതായത് ജീവിതത്തിന്റെ പ്രതിസന്ധികളെ അതിജീവിക്കുന്ന എന്നാണ് യഥാർത്ഥ ആത്മീയത. അവിടെയാണ് നമുക്ക് സമാധാനം ലഭിക്കുന്നതെന്ന് അച്ഛൻ വളരെ വിശദമായി വളരെ ലളിതമായി തന്നെ നമുക്ക് ക്ലാസ്സിൽ നിന്ന് എടുത്തു. അച്ഛൻ്റെ ഈ ക്ലാസ്സിന് ഞങ്ങൾ വളരെയധികം നന്ദി പറയും. കാരണം ഞങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് അച്ഛൻ്റെ ക്ലാസ്സുകൾ മനസ്സിലാക്കാനും സാധിക്കുന്നുണ്ട്. കൂടുതൽ അച്ഛൻ ഞങ്ങൾക്ക് ക്ലാസ്സുകൾ എടുക്കണമെന്ന് ഞങ്ങൾ അച്ഛനോട് ആവശ്യപ്പെടുകയാണ്. കാരണം അച്ഛൻ എനിക്ക് തോന്നുന്നു ഉടനെ തന്നെ US പോകുന്നുണ്ട്. എങ്കിലും അവിടെ ചെന്നിട്ടാണെങ്കിലും അച്ഛൻ ഞങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെയുള്ള നല്ല നല്ല ക്ലാസ്സുകൾ തരണമെന്ന് ആവശ്യപ്പെടുന്നു. അതുപോലെ അച്ഛനെ എല്ലാവിധ നന്ദിയും ഇമ്മാനുവൽ പ്രയർ ഗ്രൂപ്പിന്റെ ഞങ്ങൾ ഓരോരുത്തരുടെയും പേരിൽ അറിയിച്ചു കൊള്ളുന്നു. അതുപോലെ ഇന്ന് ഈ പ്രയർ ഗ്രൂപ്പില് ലീഡ് ചെയ്ത സിനി, അതുപോലെ പ്രാർത്ഥിച്ച മക്കൾ, ബൈബിൾ വായിച്ച മക്കൾ, അതുപോലെ പാട്ടുപാടി എല്ലാവർക്കും ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും ഇമ്മാനുവൽ പ്രയർ ഗ്രൂപ്പിന്റെ നാമത്തിലുള്ള നന്ദി അറിയിച്ചുകൊണ്ടു ഇനിയും തുടർന്ന് നമുക്ക് വളരെ ശക്തമായി തന്നെ മുന്നോട്ട് പോകാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. എല്ലാവർക്കും നല്ലൊരു ഗുഡ് നൈറ്റ് ആശംസിച്ചുകൊണ്ട് ഇനി നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഗുഡ് നൈറ്റ്. ഏതാണ്ട് 80 പേരെ അടുത്ത് കയറിയെന്ന് തോന്നിന്നല്ലേ? ഗുഡ് നൈറ്റ്.